بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله، ذلك هو الفضل الكبير. جنات عدن يدخلونها يحلون فيها من أساور من ذهب ولؤلؤا ولباسهم فيها حرير. وقالوا الحمد لله الذي أذهب عنا الحزن إن ربنا لغفور شكور. الذي أحلنا دار المقامة من فضله لا يمسنا فيها نصب ولا يمسنا فيها لغوب. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا أكرم الخلق ويا من يفتقر كل إليه لجاهه يوم الحشر. لا تنسني إذ ذاك في تلك الضرر قد جئت بابك راجيا نيل الظفر. بنوالكم يا مصطفى لا ينكسر قلبي بعودي خائبا مع من خسر. لو جاء إلى الكرماء من يشكو العسر بالافتقار فلا يضر بلا يسر. هل من كريم مثلكم في من غبر أو من يجي لا وحق المقتدر. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. സർവാദരണീയരായ പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ നാട്ടിൽ പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥിനികൾക്ക്
സനത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെക്കുറിച്ച് പറയാനും പഠിക്കാനും വേണ്ടി ഒരുമിച്ച് കൂടിയ നല്ലൊരു സദസ്സിലാണ് നാം ഇപ്പോഴുള്ളത്. നാം ഇവിടെ ചെലവഴിക്കുന്ന മുഴുവൻ സമയങ്ങളും സന്ദർഭങ്ങളും ഇഹപര വിജയത്തിന് നിദാനമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദീനിന് ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്യാൻ നമുക്കും നമ്മുടെ ഉസ്താദുമാർ, സാദാത്തുക്കൾ, ഉമറാക്കൾ, നേതാക്കൾ, നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കൾ, വിശിഷ്യ ഈ സ്ഥാപന സംരംഭവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഇവിടെ ഒത്തൊരുമിച്ച് കൂടിയവർ, എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മോടൊപ്പം ജ്വലിച്ചു നിന്ന് പ്രവർത്തിച്ച ധാരാളം സഹോദരീ സഹോദരങ്ങൾ ഇന്ന് നമ്മോടൊപ്പമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിൻ്റെ അനുഗ്രഹങ്ങൾ അവരുടെ സാന്നിധ്യത്തിലേക്ക് വലിയ സന്തോഷമുള്ള അമലായി എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ പുരോഗതിക്കായി ഇരുലോകത്തും വിജയം വരിക്കുന്നതിന് വേണ്ടി നൽകിയ വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ അംബിയ മുർസലുകൾ. ലോകത്ത് കഴിഞ്ഞുപോയ ലക്ഷത്തിൽ പരം നബിമാർ അതാത് കാലങ്ങളിൽ പരിശുദ്ധമായ ദീനിലേക്ക്, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് മാനവകുലത്തെ വഴി നടത്തി. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തതോടൊപ്പം വളരെ ശാന്തസുന്ദരമായ സ്വഭാവത്തോടെ ആരും അംഗീകരിക്കുന്ന, അനുകരിക്കുന്ന സമ്പർക്കത്തിലൂടെ, നടപടിയിലൂടെ ഓരോ മനുഷ്യരും അനുഭവിച്ചറിയുമ്പോൾ സ്വീകരിക്കാൻ പറ്റുന്ന മാർഗമാണെന്ന് ബുദ്ധിയുള്ള എല്ലാ മനുഷ്യരും ചിന്തിച്ച് മനസ്സിലാക്കുന്ന നല്ല വഴിയിലൂടെ മനുഷ്യരെ വഴി നടത്തി. അമ്പിയാക്കൾക്ക് ഓരോ കാലത്തും മനുഷ്യരെ ബോധവൽക്കരിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമുകളായി പരിശുദ്ധ ഗ്രന്ഥങ്ങൾ നൽകി മനുഷ്യരെ ഒന്നുകൂടി ബഹുമാനിച്ചു. ആ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും വലിയ കിതാബാണ് പരിശുദ്ധമായ ഖുർആൻ. അവസാനം വരെ വരുന്ന മുഴുവൻ ജനവിഭാഗത്തിനും മാർഗദർശനം നൽകി യാതൊരു വകഭേദത്തിനും ഇടവരുത്താത്ത വിധം, ആർക്കും കഴിയാത്ത വിധം തനിമയാർന്ന നിലയിൽ വിശുദ്ധ ഖുർആൻ നിലകൊള്ളുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ 23 വർഷങ്ങളിലായി വിവിധ ഘട്ടങ്ങളിലായി അല്ലാഹു തആല വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു. ആ 23 വർഷങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവതീർണമായ പരിശുദ്ധ ഖുർആൻ ആ ഒരു നൂറ്റാണ്ടിലേക്ക് മാത്രമല്ല, അവസാനം വരെ ജനിച്ച് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും, ജിന്നുകൾക്കും, എല്ലാ ആളുകൾക്കും മാർഗദർശനമാണ്.
ആ പരിശുദ്ധ ഖുർആനാണ് ഇന്നും നമ്മുടെ മുന്നിൽ വഴികാട്ടിയായി നിലകൊള്ളുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധമായ ഖുർആൻ. ധാരാളം നബിമാർക്ക് അള്ളാഹു ഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അവരുടെ കാലശേഷം അതെല്ലാം കാലഹരണപ്പെട്ടുപോയി. കുറച്ചു കാലം അതിന് പ്രസക്തി ഉണ്ടാകും, പിന്നതിൽ കൈക്കടത്തലുകൾ നടത്തും, പിന്നത് ദുർബലപ്പെട്ടു പോകും. പരിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. ഒരായത്ത് പോലും വിട്ടുപോകാതെ ഏതെങ്കിലും ഒരു കെലിമത്ത് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒഴിവായി പോകാത്ത വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുത്ത അതേ ശൈലിയിൽ, അതേ മാർഗത്തിൽ, അതേ ആശയ സമ്പുഷ്ടതയോടെ പരിശുദ്ധ ഖുർആൻ ഇന്നും നിലകൊള്ളുകയാണ്. ആ ഖുർആൻ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹം നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി എന്ന അനുഗ്രഹം പറഞ്ഞ ഉടനെ അല്ലാഹു തആല പറയുന്നു, സുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ. നമ്മുടെ ആ വേദഗ്രന്ഥം, പരിപൂർണമായ ഖുർആൻ, പരിപൂർണമായ കിതാബ് നമ്മുടെ അടിമകളിൽ നിന്ന് നല്ലൊരു വിഭാഗത്തെ തിരഞ്ഞെടുത്ത് നാം അവർക്ക് അനന്തരമായി നൽകി. ആ അനന്തരം കിട്ടിയ ജനവിഭാഗങ്ങൾ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് മാത്രം മുന്നോട്ട് നീങ്ങാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. ഇന്നും അങ്ങനെയാണ്. അള്ളാഹു നൽകിയ വിശുദ്ധമായ അനുഗ്രഹമാകുന്ന ഖുർആൻ സ്വീകരിച്ചുകൊണ്ട്, അതിന്റെ വിവക്ഷകൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാനാണ് മുസ്ലിങ്ങളോടുള്ള കൽപ്പന. ആ ഖുർആൻ പഠിപ്പിക്കുന്ന വിശ്വാസം, ആ ഖുർആൻ പഠിപ്പിക്കുന്ന അനുഷ്ഠാനങ്ങൾ, ആ ഖുർആൻ പഠിപ്പിക്കുന്ന ആത്മീയ ബോധങ്ങൾ, ആ ഖുർആൻ പഠിപ്പിക്കുന്ന എല്ലാ അദബുകളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നവനാകണം മുസൽമാൻ. അങ്ങനെ ഖുർആൻ സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങുന്നവന് പൂർണ്ണാർത്ഥത്തിൽ വിജയിക്കാൻ കഴിയും. ഖുർആൻ സ്വീകരിക്കുന്നതിന്, വിശാലമായ അർത്ഥത്തിൽ അത് മനസ്സിലാക്കുന്നതിന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ് വിശുദ്ധ ഖുർആനിന്റെ വിവക്ഷ. അവിടുത്തെ ജീവിതത്തിൽ പറഞ്ഞതും പഠിപ്പിച്ചതും അനുവദിച്ചതും അംഗീകരിച്ചതുമായ വസ്തുതകൾ മുഴുവനും സ്വഹാബിമാർ അവരുടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. അതൊന്നുകൂടി പ്രവിശാലമായി സ്വഹാബിമാർ പഠിപ്പിച്ചു അടുത്ത തലമുറ. ആ തലമുറ അടുത്ത തലമുറക്ക് ഒന്നുകൂടി പ്രവിശാലമായി പഠിപ്പിച്ചു. ആ ഖുർആനിന്റെ വിശദീകരണങ്ങളിൽ നിന്ന് ഓരോന്നും 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 മനസ്സിലാക്കിയെടുത്ത് അവസാന നാൾ വരെയുള്ള വരുന്ന മുഴുവൻ മനുഷ്യർക്കും ഖുർആനിന്റെയും ഹദീസിന്റെയും വിശദീകരണത്തിൽ നിന്ന് മാത്രം മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ശിഷ്യന്മാരിലൂടെ ഇമാമുകൾ ലോകത്ത് വിശുദ്ധ ഇസ്ലാമിനെ വലിയ അർത്ഥത്തിൽ പ്രചരിപ്പിച്ചു. അവര് പറയാൻ ബാക്കി വെച്ച ഒരു വിഷയവും ഇല്ല. എല്ലാ വിഷയങ്ങളും അവർ പഠിപ്പിച്ചിട്ടുണ്ട്. പഴയകാലത്ത് നമുക്കൊന്നും പരിചയമില്ലാത്ത ധാരാളം കാര്യങ്ങൾ കിതാബുകളിൽ നമ്മൾ ഓതുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നൊരു പക്ഷേ സംശയം വരും. പക്ഷെ ഇന്ന് നമ്മളത് പലതും ദർശിക്കുകയാണ്. കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ ഒരാളൊരു മസ്അല പഠിക്കുകയാണ്. ഒരു നായ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട്, ഒരു സ്ത്രീയുമായി ഒരു നായ ബന്ധപ്പെട്ടുകൊണ്ടൊരു കുഞ്ഞു ജനിച്ചാൽ അന്നാ മസ്അല എങ്ങനെ ഓതിപ്പടിച്ച് ആ കുട്ടിയെ തൊടാൻ പറ്റുമോ? ഇമാമത്ത് നിർത്താൻ പറ്റുമോ? പരമ്പര എങ്ങോട്ടാണ് ചേർക്കപ്പെടുക? അനന്തരാവകാശം എങ്ങനെയാണ്? തുടങ്ങിയ വിവിധ കാര്യങ്ങൾ ഇങ്ങനെ ഓതിപ്പടിക്കുന്ന സമയത്ത്
അന്നും മനസ്സിലൊരു ആശങ്കയുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം ലോകത്ത് ഉണ്ടാകുമോ. ഇന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ലോകത്ത് ആർക്കും ആശങ്കയില്ല. ലോകത്തതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. നായകളെ ഇണകളാക്കി സ്വീകരിക്കുന്ന സമൂഹം ഇന്ന് മനുഷ്യരിലുണ്ട്. അതിലൂടെ ഉൽപാദന പ്രക്രിയകൾ നടത്തി അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. മനുഷ്യ രൂപഭാവമാണെങ്കിൽ അതിലെങ്കിലും ഒരു ചെറിയ വ്യത്യാസങ്ങൾ രൂപഭാവങ്ങളിൽ പലപ്പോഴും കാണാനിടയുണ്ട്. സാധാരണ മനുഷ്യന് രൂപപ്പെടുന്ന രൂപത്തിലല്ലാത്ത രോമവും ചർമ്മവും, അതുപോലെ തന്നെ സാധാരണ മനുഷ്യരിൽ കാണാത്ത ചില സ്വഭാവങ്ങളൊക്കെ ഈ നായയും മനുഷ്യ സ്ത്രീയും തമ്മിൽ ഇണചേർന്നിട്ടുണ്ടായ കുഞ്ഞുങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. ചില രാഷ്ട്രങ്ങളിലൊക്കെ അതൊരു സ്ഥിര സ്വഭാവമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പഴയകാലത്ത് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും മുൻദ്വാരവും പിൻദ്വാരവും അടക്കപ്പെട്ട രീതിയിൽ, രണ്ടുമില്ലാത്ത രീതിയിൽ കുഞ്ഞുങ്ങളെ നാം കണ്ടിരുന്നു ജനിക്കപ്പെട്ടത്. ഇപ്പോഴതാ സഹോദരങ്ങളെ ധാരാളം സർജറിക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവിടെ വിധി എഴുതുന്നത് മുൻദ്വാരം പൂർണ്ണമായും അടക്കപ്പെട്ട് ഒരു ദ്വാരം തുറക്കപ്പെടുന്നത് പൊക്കിളിന് മുകളിലാണെങ്കിൽ അതിന്റെ ഹുക്കം എന്താണ്, പൊക്കിളിന് താഴെയാണെങ്കിൽ അതിന്റെ വിധി എന്താണ്, അവരുടെ ചർച്ച അതാണ്. സാധാരണ ഉണ്ടാകുന്ന സ്വകാര്യ അവയവം അത് സ്പർശിക്കുന്ന സമയത്ത് ഉളൂ മുറിയുമെങ്കിൽ അതിന് പകരം വന്ന ആ ദ്വാരം സ്പർശിക്കുമ്പോൾ ഉളൂ മുറിയുമോ ഇല്ലയോ തുടങ്ങി ഒട്ടനേകം മസ്അലകൾ ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞത്. എന്തെല്ലാം വിഷയങ്ങളാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. പരിശുദ്ധ ഇസ്ലാം ഇനി എത്ര കാലം പുരോഗമനം നേടിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും ലോകത്ത് വരുന്ന മുഴുവൻ സമസ്യകൾക്കും മറുപടി പറഞ്ഞിട്ടുണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ. അവർ തീർത്തും അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. വർഷങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന വിഷയങ്ങളാണ് കാലയെക്കൂട്ടി അവർ പ്രവചിച്ചിരിക്കുന്നത്. അള്ളാഹു അവർക്ക് നൽകിയ വിശാലമായ അറിവുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ നിന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തിൽ നിന്നും ആ ഖുർആനും സുന്നത്തും സ്വഹാബിമാരും താബിഈകളും പഠിപ്പിച്ചു കൊടുത്ത മുറയിൽ നിന്ന് മനസ്സിലാക്കി പരിശുദ്ധമായ ദീനിനെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെ നമ്മുടെ കയ്യിലേക്ക് വന്ന ഖുർആൻ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ എല്ലാവരും വിജയിക്കുന്നവരല്ല. അല്ലാഹു പറയുന്നു, ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി. നല്ല ഒരു ഗ്രന്ഥം നാം അവർക്ക് അനന്തരമായി നൽകിയെങ്കിലും ആ അടിമകളിലുണ്ട് ളാലിമുൻ ലിനഫ്സിഹി, സ്വന്തം ശരീരത്തോട് അന്യായം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. വേണ്ട രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യാതെ മുന്നോട്ട് നീങ്ങുന്നവർ അക്രമികളാണ്. നിർബന്ധം ഒഴിവാക്കുന്നവര് സ്വന്തം ശരീരത്തോട് അക്രമമാണ് ചെയ്യുന്നത്. അക്രമമെന്ന് പറഞ്ഞാൽ മറ്റൊരാളെ വേദനിപ്പിക്കുക എന്ന് മാത്രം അർത്ഥമാക്കരുത്. നിർബന്ധ ബാധ്യതകൾ ഒഴിവാക്കുന്നവൻ അക്രമിയാണ്. ളാലിമുൻ ലിനഫ്സിഹി, സ്വന്തത്തോട് അക്രമം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ ഒരു കുഴപ്പവുമില്ലാത്ത അർത്ഥത്തിൽ സ്വീകരിക്കുന്നവർ, നിഷിദ്ധമായ കാര്യങ്ങൾ വാരിപ്പുണരുന്നവർ അക്രമം ചെയ്തവരാണ്. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ഈ ഖുർആൻ ഈ രൂപത്തിൽ നൽകിയെങ്കിലും അക്രമം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങൾ തിരുത്തുന്ന ആളുകൾ അക്രമികളാണ്. അത് വിശ്വാസമാകട്ടെ കർമ്മകമാകട്ടെ തിരുത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഏൽപ്പിച്ച സ്വീകരിക്കാൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സ്വീകരിക്കണം. അവിടുന്ന് വർജിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും വർജിക്കണം. ഖുർആനിന്റെ കൽപ്പനയാണത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫന്തഹൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളോട് സ്വീകരിക്കാൻ വേണ്ടി കൽപ്പിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ
മുഴുവനും മുറുകെ പിടിക്കണം, മുഴുവനും സ്വീകരിക്കണം. അവിടുന്ന് ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും കൈവയ്ക്കണം. നമ്മുടെ സമൂഹം സ്വീകരിച്ചു പോകുന്നില്ലേ? പലതും സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾ നോക്ക്, ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരു മകളെയും കൂട്ടിയിട്ട് മാതാവ് വരുന്നു. ഹദീസിൽ കാണാം, സ്വഹീഹായ ഹദീസിൽ കാണാം ഈ സംഭവം. ആ മകളെ കൊണ്ട് മാതാവ് വന്നിട്ട് പറയുന്നു, ഇബ്നു മസ്ഊദ് തങ്ങളെ, ഇതെന്റെ മോളാണ്. ഈ അടുത്ത ദിവസം കല്യാണം കഴിച്ചു വിട്ട പെണ്ണാണ്. ഭർത്താവ് വീട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് തിരിച്ചു പോയിരിക്കുകയാണ്. എന്താണ് ഈ പെണ്ണിന്റെ പ്രശ്നം? ഈ പെണ്ണിന് ചെറിയൊരു തകരാറുണ്ട്. മാനസിക തകരാറല്ല, ഈ പെണ്ണിന്റെ ശരീരത്തിന് ചെറിയൊരു ഭംഗിക്കുറവുണ്ട്. ഈ പെണ്ണിന് മുടി കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഒരല്പം മുടി വെച്ചു കൊടുത്താലോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂല. വെപ്പുമുടി സ്വീകരിക്കാൻ പറ്റൂല. മുടി കൊഴിഞ്ഞു പോകുന്ന ആളുകൾ പ്രതിവിധിയായിട്ട് മരുന്ന് സ്വീകരിക്കാമോ? മരുന്ന് സ്വീകരിക്കാൻ പറ്റും. ഉപയുക്തമായ മരുന്നുകളൊക്കെ സ്വീകരിക്കാൻ പറ്റും. അതേ സമയത്ത് പകരം അവിടെ കുറച്ച് മുടി ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞപ്പോ ഈ ഉമ്മ ചോദിക്കുകയാണ്, നിങ്ങൾ വെറുതെ അങ്ങ് പറഞ്ഞാ പോരാ, എന്താണ് അതിനുള്ള ആധാരം, അതിനുള്ള തെളിവെന്താണ്? ആ സമയത്ത് ഉമ്മ പറഞ്ഞു, അള്ളാഹുവിന്റെ ഖുർആനാണ് തെളിവ്. ഉമ്മാനോട് മഹാനവറുകൾ പറഞ്ഞു, ഖുർആനിലുണ്ട്, അങ്ങനെ വെക്കാൻ പാടില്ലാന്ന്. ഉമ്മ പറയാണ്, നിങ്ങൾ മാത്രല്ല ഖുർആൻ ഓതിയതും പഠിച്ചതും ഞാനും പഠിച്ചിട്ടുണ്ട്. ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഞാനും പഠിച്ചിട്ടുണ്ട്, ഓതിയിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഓതിയ ഖുർആനിൽ ഞാൻ എങ്ങനെ കണ്ടിട്ടില്ല. പഠിക്കേണ്ടതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ശ്രവിക്കേണ്ടതുപോലെ ശ്രവിച്ചിട്ടുണ്ടെങ്കിൽ, സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എവിടെയാണ് ഖുർആനിൽ എങ്ങനെ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആനില്ലേ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫന്തഹൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിലക്കിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ വർജിക്കണം. അവിടുന്ന് വിലക്കിയതല്ലേ വെപ്പുമുടി വെക്കാൻ പാടില്ല. ലഅനല്ലാഹുൽ വാസിലാത്തി വൽ മുസ്തൗസിലാത്തി വന്നാമിസാത്തി വൽ മുതനസ്സിമാതി വൽ മുതഫല്ലിജാതി വൽ മുതഫല്ലിജാതി അൽ മുഗയ്യിറാതി ലിഖൽഖില്ലാഹ്. അല്ലാഹു തആല വെപ്പുമുടി വെക്കുന്ന സഹോദരിമാരെ ഭാഷയാണ് ഹദീസിൽ വന്നതെങ്കിലും സഹോദരങ്ങൾക്കും ബാധകമാണ്. അങ്ങനെ വരാനുള്ള കാരണം അതിന്റെ പിന്നിൽ അന്ന് കൂടുതൽ പ്രവർത്തിച്ചിരുന്നവര് അതാണ്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു ഹുക്കുമല്ല. അങ്ങനെ വെപ്പുമുടി വെക്കുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അതാവശ്യപ്പെട്ടു പോയി അതിനുവേണ്ടി ശ്രമം നടത്തുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. വന്നാമിസാതി വൽ മുതനമ്മിസാത്. ഭംഗി വർദ്ധിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ രോമം നൽകുമ്പോ ആ രോമം മുഴുവനും പിഴുതെറിയുന്ന ആളുകളില്ലേ, പറിച്ചു മാറ്റുന്നവരില്ലേ, അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇത്ര അങ്ങോട്ട് പിരികം വേണ്ട, ഒരു ചെറിയ വര മാത്രം മതി. അതുകൊണ്ട് ബാക്കിയുള്ളത് വടിച്ചു കളഞ്ഞാൽ പിന്നെയും കൂടി വരും. എന്ത് ചെയ്യണം? മരുന്ന് ഉപയോഗിച്ചിട്ടോ അല്ലാതെയോ അവിടുന്ന് അങ്ങ് പറിച്ചു കളയണം. അതേപോലെ തന്നെ അള്ളാഹു നൽകിയ ഈ പല്ല്, ആ പല്ലിന് ഈ രൂപത്തിലുള്ള കട്ടി വേണ്ട, ഈ രൂപത്തിലുള്ള കൂർപ്പ് വേണ്ട, ഈ രൂപത്തിലുള്ള ആകൃതി വേണ്ട. അതെല്ലാം ഒന്ന് വെട്ടിച്ചെത്തി മിനുക്കിയിട്ടൊന്ന് നന്നാക്കണം. ആധുനികത്തിൽ നടക്കുന്ന പ്ലക്കിംഗ് എന്ന് പറയുന്ന പരിപാടിയില്ലേ, അതിനുവേണ്ടി ഒരുപാട് ഷോപ്പുകൾ മുസ്ലിങ്ങൾ ആരംഭിച്ചിട്ടില്ലേ? അതിനുവേണ്ടി പണിയെടുക്കുന്ന സഹോദരങ്ങളും സഹോദരിമാരില്ലേ? അതിന്റെ ലാഭം പറ്റി ജീവിക്കുന്നവരില്ലേ? അല്ലാഹ് ശപിച്ചിരിക്കുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
നബിതങ്ങൾ പാടില്ല എന്ന് പറഞ്ഞത് വർജിക്കണം എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല എന്ന് പറഞ്ഞ വിഷയമാണിത്. അപ്പാ ഉമ്മ പറഞ്ഞു, ആ ആയത്ത് ഞാൻ ഓതിയിട്ടുണ്ട്. നിങ്ങൾ ഓതിയിട്ടുണ്ടോ? ആയത്തിന്റെ അടിസ്ഥാനം ഇങ്ങനെയാണ്, അതിന്റെ വിശദീകരണം ഇങ്ങനെയാണ്, ഇങ്ങനെയാണ് അതിന്റെ വിശദീകരണം. അങ്ങനെ തുടങ്ങി ബാക്കിയൊക്കെ അതിലേക്ക് കൂട്ടിക്കോളൂ. പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൊത്തം വർജിക്കണം. അതേ രൂപത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റം വരുത്തുന്ന രീതിയിലുള്ള ഭംഗിയുടെ വർധനവിന് വേണ്ടി സ്വീകരിക്കാൻ പറ്റാത്ത മാർഗങ്ങൾ സ്വീകരിക്കുന്നത്. അള്ളാഹു നൽകിയ തനതായ മുടിയുണ്ട്, കറുത്ത കളറുള്ള മുടിയുണ്ട്. ഇപ്പോഴേതാ സഹോദരന്മാരും സഹോദരിമാരും മുടിയുടെ നിറം മാറ്റിക്കൊണ്ടിരിക്കുന്നു. താടി വെളുത്തുപോയാൽ അതിന് മൈലാഞ്ചി തേക്കുന്നത് സുന്നത്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, സ്വഹാബത്ത് പ്രവർത്തിച്ച് കാണിച്ചു തന്നതാണ്, ഇമാമിങ്ങളൊക്കെ ചെയ്തു കാണിച്ചു തന്ന സുന്നത്താണ്. അവിടെയല്ല ഞാൻ പറയുന്നത്. 15കാരന്റെയും 20കാരന്റെയും ശരീരത്തിലെ തലയിലെ രോമങ്ങൾ മുഴുവനും ചുവപ്പ് നിറത്തിലേക്ക് മാറ്റിയിരിക്കുന്നു, വെള്ള നിറത്തിലേക്ക് മാറ്റിയിരിക്കുന്നു, കാപ്പി കളറിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇപ്പൊ നമ്മൾ കാണുന്ന ആകൃതി അങ്ങനെയാ സഹോദരങ്ങളെ. പിന്നെ നിങ്ങൾ നോക്ക്, എന്തെല്ലാം വരുന്നുണ്ട്. ആണ് പെണ്ണായി മാറുന്നു. 10 കൊല്ലം കഴിയുമ്പോ പെണ്ണിന് തോന്നാണ് ശരിയാവൂല, ആണായി മാറണം. അതിന് ലിംഗമാറ്റ ശസ്ത്രക്രിയ എന്ന് പറയും. ഇസ്ലാമിക ദൃഷ്ട്യാ അത് അനുവദനീയമാണോ? അനുവദനീയമല്ല. ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളില്ലേ, ആ പ്രവർത്തനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയതാണ്. ഇപ്പൊ അടുത്ത് നിങ്ങൾ വായിച്ചില്ലേ, കരൾ ദാനത്തിന് അനുമതി അല്ലേ? അല്ലേ? അങ്ങനെ കേട്ട് കോടതിയിൽ വിധി വന്നത് കരൾ കൊടുക്കാൻ അനുമതി ഉണ്ട്. അവയവദാനവും കരളദാനവും ഒന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് ആരെത്ര സൗജന്യമായി നൽകുകയാണെങ്കിൽ. രക്തദാനം പറ്റും, രക്തവിൽപ്പന പറ്റില്ല. രക്തവിൽപ്പന എങ്ങനെ? രക്തം കൊടുക്കുക എന്നിട്ട് അതിന് കാശ് വാങ്ങാം, അത് പറ്റൂല. രക്തദാനം പറ്റും. രക്തം കൊടുക്കുന്നതും അവയവം കൊടുക്കുന്നതിന്റെയും മാറ്റമുണ്ടോ? മാറ്റമുണ്ട്. രക്തം ഒരാൾ ദാനം ചെയ്തിരുന്ന രക്തം കുറയൂല, രക്തം വർദ്ധിക്കും. അവയവം കൊടുത്താൽ അവയവം വർദ്ധിക്കുവോ? അവയവം പോകും. ആള് പിന്നെ അംഗവൈകല്യമുള്ള ആളായി മാറും. അത് വൃക്കയാണെങ്കിലും കിഡ്നി ആണെങ്കിലും കണ്ണാണെങ്കിലും കരളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. ഇസ്ലാം എന്താ അങ്ങനെ ഒരു കാഴ്ചപ്പാട് നൽകുന്നത്? അങ്ങനെ ഒരാൾ കൊടുക്കുന്നതിന് പാടില്ല എന്ന് ഇസ്ലാം പറയാനുള്ള കാരണം, ഒരാളുടെ ശരീരത്തിന് മാനഹാനി വരുത്തിയിട്ട് മറ്റൊരാളെ സംരക്ഷിക്കണമെന്നില്ല. അല്ലാത്ത ഏതെങ്കിലും രൂപഭാവങ്ങൾ സ്വീകരിച്ച് സംരക്ഷിക്കാനാകുമെങ്കിൽ സ്വീകരിക്കാം. ശിഫക്ക് വേണ്ടിയുള്ള മാർഗങ്ങളൊക്കെ അവലംബിക്കാം. ഒരാളുടെ ഒരു കണ്ണ് പൊട്ടിപ്പോയി, മറ്റൊരാളെ കണ്ണ് ഇയാൾക്ക് ദാനം ചെയ്താൽ പിന്നെ അയാൾക്കൊരു കണ്ണല്ലേ ഉണ്ടാവുള്ളൂ. അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ സഹോദരങ്ങളെ? പരിശുദ്ധ ഇസ്ലാമിന് ഇതിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയവന്റെ സൃഷ്ടിപ്പിനെ ലാ തബ്ദീല ലി ഖൽഖില്ലാഹ്, അതിനെ മാറ്റം വരുത്തേണ്ടതില്ല. പക്ഷേ പോയതിനു വേണ്ടി പകരം സ്വീകരിക്കാൻ ചിലതൊക്കെ പറ്റും. പല്ല് കൊഴിഞ്ഞു പോയാൽ പകരം വേറെ പല്ല് വെക്കാൻ പറ്റുമോ? പറ്റും. പല്ല് അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ്. പല്ല് പോലെയല്ല സഹോദരങ്ങളെ മുടിയും പല്ലും തമ്മിൽ വലിയ മാറ്റമുണ്ട്. മുടിയില്ലെങ്കിലും ജീവിക്കാൻ പറ്റും, പല്ലില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് മഖ്റജുകൾക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഫാത്തിഹയും മറ്റും ഒക്കെ ഓതുമ്പോ ശരിയായ സ്ഫുടമായ നിലക്ക് അക്ഷരങ്ങൾ മൊഴിയാൻ കഴിയൂല. നല്ല രൂപത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് ആരോഗ്യ സംരക്ഷണത്തിന് പല്ല് വേണം. അതുകൊണ്ട് പല്ല് വെക്കുന്നതിന് വിരോധമില്ല. അത് ഏത് തരം പല്ല് സ്വീകരിക്കാം. അവനവന്റെ സാമ്പത്തിക കഴിവനുസരിച്ച് നല്ല പല്ലുകളൊക്കെ സ്വീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവാദം കൊടുത്തിട്ടുണ്ട്. സ്വഹാബിമാരെ കൂട്ടത്തിൽ തന്നെ പല്ലിന് പകരം പല്ല് വെച്ചവരുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധ ഇസ്ലാം നിഷ്കർഷിച്ച നിയമങ്ങൾ അത് പാലിക്കുന്നിടത്ത് മാറ്റം വരാൻ പാടില്ല. ശരിയായ രൂപത്തിൽ അത് പാലിക്കുന്നവനാണ് ശരിയായ മുസ്ലിം.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച കാര്യങ്ങൾ അത് ഫർളാകാം, സുന്നത്താകാം, ഫർള് കിഫയാകാം. അതൊക്കെ സ്വീകരിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്, വർജിക്കാൻ പാടില്ല. ആ തങ്ങൾ വിലക്കിയ കാര്യമാണ്. പരപുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ സമ്പർക്കത്തിൽ പറ്റൂല. നിങ്ങൾ നോക്കിയതൊരു വാദിന്റെ മജ്ലിസാണ്. ഈ മജ്ലിസിൽ നിങ്ങൾ കണ്ടില്ലേ, പുരുഷന്മാർ ഇതാ ഇവിടെ വേറിട്ട് നിൽക്കുന്നു, സഹോദരിമാര് മറ്റൊരു ഭാഗത്ത് നല്ല മറയിലായി നിൽക്കുന്നു. സമ്മിശ്രതയുണ്ടോ? സങ്കലനമുണ്ടോ? കൂടിച്ചേരലുണ്ടോ? അതേ സമയത്ത് സഹോദരങ്ങളെ, ദുഃഖവാർത്തയാണ് നമ്മളിപ്പോ മുസ്ലിങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, 4 മണിക്കൂറും 5 മണിക്കൂറും ഒക്കെ രാത്രിയിൽ ഈ അടുത്തേതോ ഒരു സ്ഥലത്ത് കളി നടന്നപ്പോ അന്യ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടി തലയൊക്കെ മറച്ചിട്ടുണ്ട്, മഫ്തയൊക്കെ ഇട്ടിട്ടുണ്ട്, പർദ്ദയും ഇട്ടിട്ടുണ്ട്. പരപുരുഷന്മാരോടുകൂടെ ഇരുന്നിട്ട് സുഖമായി കളി കാണുന്നു. അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും തമ്മിൽ ഒരു മാറ്റവുമില്ലാതെ കൂടിച്ചേർന്ന് സിയാറത്തിന് പോകുന്നു. അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും തമ്മിൽ സൽക്കാരത്തിന് ഒരേ മേശപ്പുറത്തിരുന്ന് മറയില്ലാതെ മാറ്റമില്ലാത്ത രീതിയിൽ സഹോദരങ്ങളും സഹോദരിമാരും ഭക്ഷണം കഴിക്കും പോലെ അന്യോന്യം മുഖാമുഖം നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുന്നു. മറകളും നിയമങ്ങളും ഒക്കെ മാറ്റം വരുത്തപ്പെട്ടു പോയി. മാറ്റം വരുത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. 2 കണ്ണിനും കാഴ്ചയില്ലാത്ത സ്വഹാബി വര്യൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വീട്ടിലേക്ക് വരുമ്പോ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മഹദിമാരോടൊപ്പം തങ്ങൾ സംസാരിച്ചിരിക്കുന്നു. 2 ഉമ്മമാര് നബി തങ്ങളോടൊപ്പം സംസാരിച്ചിരിക്കുന്നുണ്ട്. അവരോട് തങ്ങൾ പറഞ്ഞ മറുപടി ഇഹ്തജിബാ മിൻഹു. ഒരന്യ പുരുഷൻ വരുന്നുണ്ട്, സ്വഹാബി വരുന്നുണ്ട്, നിങ്ങളൊന്ന് അകത്തേക്ക് പോകണം, മറയിലേക്ക് പോകണം, വിരിയുടെ അപ്പുറത്തേക്ക് പോകണം. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാര് ലോകത്തുള്ള മുഅ്മിനീങ്ങളുടെ മാതാക്കളല്ലേ. തെറ്റിദ്ധരിക്കാനും സംശയിക്കാനും ഒക്കെ ഇട കുറവല്ലേ. എന്നിട്ടും വന്ന സ്വഹാബി 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ആളായിട്ട് പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് അത്തരത്തിലൊരു ഘട്ടത്തിലാണെങ്കിൽ പോലും ഒരു ഭാഗത്തുനിന്ന് കാഴ്ചയുണ്ടല്ലോ, എന്നാൽ പോലും പാടില്ല, അകത്തേക്ക് പോയി നിൽക്കൂ. ഉമ്മമാര് ചോദിച്ചു, നമുക്കൊക്കെ പഠിക്കാൻ വേണ്ടി, അലൈസ ഹുവ അഅമാ ഖദ് ലാ യുബ്സിറുനാ. ആ വന്ന സ്വഹാബി കണ്ണ് കാണാത്ത സ്വഹാബിയല്ലേ, ഞങ്ങളെ കാണൂലല്ലോ നബിയേ. തിരിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം, അഫഅംയാവാനി അൻതുമാ അലസ്തുമാ തുബിസുറാനിഹി. നിങ്ങൾ 2 പേരും അന്ധന്മാരാണോ? നിങ്ങൾ അദ്ദേഹത്തെ അങ്ങോട്ട് കാണൂലേ? മാറി നിൽക്കണം, വീട്ടിന്റെ അകത്തേക്ക് പോകണം. അത് വിശുദ്ധ ഇസ്ലാമിൽ എക്കാലത്തും കാത്തു സൂക്ഷിക്കേണ്ട ഒരു നിയമം തന്നെയാണ്. കല്യാണങ്ങളിൽ അതിന് മാറ്റം വരുത്തരുത്, സൽക്കാരത്തിൽ അതിന് മാറ്റം വരുത്തരുത്, മറ്റു സൗകര്യങ്ങളിലൊന്നും മാറ്റം വരുത്തരുത്. നമ്മുടെ കല്യാണങ്ങളിലും സൽക്കാരങ്ങളിലും സമ്പർക്കങ്ങളിലൊക്കെ മാറ്റം വരുമ്പോ എന്നാ പിന്നെ ഭൗതിക പഠനത്തിലും അങ്ങനെ സമ്മിശ്രമായിക്കോട്ടെ എന്ന് പറയുമ്പോ പിന്നെ വേഗം മൂളാനേ പറ്റൂ. പിന്നെ അവിടെ മാത്രം സിന്ദാബാദ് വിളിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ എല്ലാ സദസ്സുകളിലും ഒരുമിച്ചാകുമ്പോ എന്നാ പിന്നെ കുട്ടികളുടെ കലാലയങ്ങളിലും അങ്ങനെ ആയിക്കോട്ടെ എന്ന് കുറച്ച് ശാസ്ത്ര സാഹിത്യം കൂടുതൽ അറിയുന്ന ആൾക്കാർ വാദിക്കുമ്പോ അത് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരില്ലേ നമുക്ക്? പിന്നെ അവിടെ മാത്രം പാടില്ല എന്നും ബാക്കിയുള്ളടത്തൊക്കെ പറ്റും എന്ന് പറയുമ്പോ നമ്മളൊരു പക്ഷപാതികളായി മാറൂലേ? ഇപ്പൊ നോക്ക് നിങ്ങൾ സഹോദരങ്ങളെ, പല സ്കൂളുകളിൽ നിന്നും മദ്രസകളിൽ നിന്നും കുട്ടികൾ മാത്രമായിട്ട് ഒരു സിയാറത്തിന് പോകുന്ന, ടൂറിന് പോകുന്ന ഒരു സമ്പ്രദായം നഊദു ബില്ലാഹ്. അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരും ഒരുമിച്ചുകൂടി അങ്ങനെ ഒരു സിയാറത്തുണ്ടോ? അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളും ഒരുമിച്ചുകൂടി അങ്ങനെ ഒരു യാത്രയുണ്ടോ?
മഖാമുകളിലേക്ക് സഹോദരിമാര് വരുന്നതിന് നിബന്ധനകളില്ലേ, മസ്അലകളില്ലേ? അവര് പോകുന്നിടത്തും വരുന്നിടത്തും സിയാറത്ത് ചെയ്യുന്നിടത്തും നിബന്ധനകളില്ലേ? അത് പൂർണ്ണാർത്ഥത്തിൽ പാലിക്കപ്പെടുമ്പോൾ മാത്രമല്ലേ ഇത് സുന്നത്തുള്ളത്. ഒരേ ബസിന്റെ സീറ്റിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് യഥേട്ടം കിന്നാരം പറഞ്ഞിട്ടുള്ള ഒരു ടൂറ് ഇസ്ലാം അനുവദിക്കുമോ? ബാപ്പമാര് 2000, 3000, 5000 എടുത്ത് വീശുമ്പോ ചിന്തിക്കണം, ഈ ചെയ്യുന്ന പണി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ചതാണോ വിലക്കിയതാണോ? നാട് നീളെ നമ്മൾ കാണുന്നുണ്ട് 5ാം ക്ലാസിന്റെ മേൽപോട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ കൂടെ അവരെ സൂക്ഷിക്കാൻ സ്ഥലം പറഞ്ഞു കൊടുക്കാനും 2 കാവൽക്കാരുണ്ട്. അത് അധ്യാപകരും ആരും ആകട്ടെ, യഥേട്ടം സന്ദർശന സ്ഥലങ്ങളിൽ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഈ ഒന്നിനാത്രം പോന്ന പ്രായപൂർത്തിയെത്തിയ ആൺകുട്ടികളും പെൺകുട്ടികളും സുഖിക്കുകയാണ്, സല്ലപിക്കുകയാണ്. വർത്തമാനം പറഞ്ഞവർക്ക് വല്ലാത്തൊരു ഫ്രീഡമാണ് കിട്ടിയത്. നമ്മൾ അവിടെ ആദ്യമായി ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു സിയാറത്തില്ല, അങ്ങനെ ഒരു പോക്കില്ല, അങ്ങനെ ഒരു യാത്രയില്ല. സാധാരണ സഹോദരിമാര് നമ്മുടെ മഖാമുകളിലേക്ക് സിയാറത്തിന് വരുന്നതിന് നിബന്ധനയുണ്ട്. അന്യ സ്ത്രീ പുരുഷന്മാര് അവരെ ഒരുമിച്ച് കൂടാൻ പാടില്ല, ഒപ്പം നിന്ന് കലരാൻ പാടില്ല. സുരക്ഷിതമായ വാഹനത്തിൽ വരണം, അതേ വന്നിട്ട് നല്ല മറയോടെ വരണം, എന്നിട്ട് സിയാറത്ത് ചെയ്ത് തിരിച്ചു പോകണം. അതല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പോലും പഠിപ്പിച്ചത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിൽ തങ്ങൾ അന്ത്യവിശ്രമത്തിന് സ്ഥലം കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വിരോധമില്ല. അതിന്റെ മറ്റേ മുറിയിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ താമസിക്കുന്നത്. പിന്നീട് അവിടത്തേക്ക് വരുന്നത് ഉപ്പയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. കുറച്ചുകൂടി വർഷങ്ങൾക്ക് ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവിടെ അടക്കം ചെയ്യപ്പെട്ടതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഉമർ ബിൻ ഖത്താബ് തങ്ങൾ വന്നത് കിടക്കുന്നത് ഖബറിലാണ് സഹോദരങ്ങളെ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, അവരുള്ള ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്ന മുറിയിൽ നിന്ന് ഒന്ന് ഇറങ്ങുമ്പോൾ പൂർണ്ണമായും എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മറച്ചിട്ടല്ലാതെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാറില്ല. ഹയാഅം മിൻ ഉമറ, ഉമർ തങ്ങളുണ്ടല്ലോ, അതൊരു അന്യപുരുഷനാണല്ലോ, വലിയ വലിയല്ലേ, അള്ളാഹു വലിയ സ്ഥാനമാനങ്ങൾ നൽകിയ വലിയ മഹാനുഭാവനല്ലേ. ആ ആയിഷ റളിയല്ലാഹു അൻഹ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ഒരു മുറിയിൽ നിന്ന് ഈ മഹാന്മാർ അന്തി ഉറങ്ങുന്ന മുറിയിലേക്കൊന്ന് കിടക്കുമ്പോഴേക്ക് പുറത്താരും വന്നവിടെ കാണാനില്ല, ആരും അകത്തേക്കത് നോക്കാനില്ല. എന്നാലും സൂക്ഷിക്കുന്നൊരു സൂക്ഷ്മഭാവം കണ്ടില്ലേ, എന്റെ ശരീരം മുഴുവനും മറച്ച് ഭദ്രമാക്കിയിട്ടല്ലാതെ ഞാൻ അങ്ങോട്ട് പ്രവേശിക്കാറില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ടല്ലോ എന്നൊരു നാണമാണ്. ഉമ്മമാരടക്കം സഹോദരിമാരടക്കം അങ്ങനെ യാത്രക്ക് അവർക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ ആരെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, പോകാൻ നല്ല ഒരുക്കമാണ്. അങ്ങനെ സഹോദരിമാർക്ക് മാത്രം സഹോദരങ്ങളെ ഈ രൂപത്തിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒക്കെ ഘടിപ്പിച്ചുകൊണ്ട് അതിനൊരു പേരും ഫാമിലി ടൂറ്. അങ്ങനെ അന്യോന്യം കാണാനും സംസാരിക്കാനൊക്കെ പറ്റുന്നൊരനുഭവം ഇസ്ലാമിലില്ല. എന്തേ ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കാതിരുന്നത്? സ്വന്തം ഭർത്താവിനേക്കാൾ കൂടുതൽ സുഖവും സന്തോഷവും കിന്നാരവും ഏതെങ്കിലും ഒരാണിൽ നിന്ന് എപ്പോഴെങ്കിലും ഒന്ന് സുഗമമായി അനുഭവിക്കുമ്പോ ഭർത്താവിനെ വേണ്ടെന്ന് ഏതെങ്കിലും ഒരു സ്ത്രീ എപ്പോഴെങ്കിലും ഒന്ന് തീരുമാനിച്ചു പോയാൽ ഈ രൂപത്തിലുള്ളൊരു സമ്പർക്കം അതിന് ഇടവരുത്തരുത്. ഈ രൂപത്തിലുള്ള യാത്ര അതിനൊരു കാരണമാകരുത്. വിശുദ്ധ ഇസ്ലാം അതിലൂടെ കാണുന്ന കാഴ്ചപ്പാട് പരിശുദ്ധിയുടെ കാഴ്ചപ്പാടാണ്.
ആ രൂപത്തിലുള്ള സമ്പർക്കം കൊണ്ടൊരു കേടും ജീവിതത്തിൽ വന്നു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയ വിഷയങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിച്ചവരാകൂല, ഖുർആന് പൂർണ്ണമായി സ്വീകരിച്ചവരാകൂല, അക്രമം ചെയ്തവരാകും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കരുതലോടെ ശ്രദ്ധിച്ച വിഷയങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഒരു പ്രശ്നമല്ലാതെയായി വളർന്നു വരുന്നു. നിങ്ങൾ കണ്ടില്ലേ, പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന സഹോദരി, സഹോദരിയുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷൻ, രണ്ടും അല്ലാഹു ശപിച്ച വിഷയമല്ലേ? ലഅനല്ലാഹുൽ മുതശബ്ബിഹീന ബിന്നിസാ വൽ മുതശബ്ബിഹാതി ബിർരിജാൽ. പുരുഷന്മാരോട് സാദൃശ്യമാകുന്ന സ്ത്രീകളെയും സ്ത്രീകളോട് സാദൃശ്യമാകുന്ന പുരുഷന്മാരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. സ്ത്രീകൾ ഒരിക്കലും പുരുഷവേഷം ധരിക്കരുത്. അപ്പൊ ചിലര് പറയും അതൊരു ഒരു സങ്കുചിത്വമാണ്, ഒരു സ്വാർത്ഥതയാണ്, അത് ഒരു വല്ലാത്ത എന്ത് വാദം എന്ന് പറഞ്ഞു, ഭീകരവാദം, വേറെന്തൊരു വാദം എന്നൊക്കെ പറയും. അത് അവനവന്റെ ജീവിതത്തിന്റെ സ്വകാര്യതക്കുള്ള സംശുദ്ധിയാണ്. ഏറിയാൽ അങ്ങനെയാ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനൊക്കെ എളുപ്പം അങ്ങനെയാണ്. അതുകൊണ്ട് ആരോഗ്യപരമായും സാംസ്കാരികപരമായും ആത്മീയപരമായും വരുന്ന ദുരന്തങ്ങൾ ധാരാളമാണ്, ഒന്നു രണ്ടും അല്ല. പുരുഷന്മാർ ധരിക്കുന്ന അതേ വസ്ത്രങ്ങൾ സ്ത്രീകൾ ധരിക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായ ഒരുപാട് കേടുവരുന്നുണ്ട്, സാംസ്കാരികമായ ഒരുപാട് കേടുകൾ വരുന്നുണ്ട്, ആത്മീയമായ ഒരുപാട് ദുരന്തങ്ങൾ വരുന്നുണ്ട്. സഹോദരങ്ങളെ, ആ രീതിയിൽ തന്നെയാണ് തിരിച്ചും. സ്ത്രീകളുടെ വേഷം പുരുഷൻ സ്വീകരിക്കാവതല്ല, പുരുഷന്മാരൊരു നിലക്കും സ്വീകരിക്കാവതല്ല. അതൊരാഘോഷത്തിന്റെ ഭാഗമായിട്ട് പോലും പറ്റൂല. നാട്ടിൽ നടക്കുന്ന ഒരു ആഘോഷം എന്ന് കൂട്ടിക്കോളൂ, ആ ആഘോഷത്തിന്റെ പേരിൽ സ്ത്രീകളുടെ വേഷം പുരുഷൻ ധരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. ഒരു സ്ത്രീയെ പോലെ അഭിനയിച്ച് പുരുഷനത് പറ്റുമോ? പറ്റില്ല. ഒരാഘോഷത്തിന്റെ പേരിലാണെങ്കിലും അല്ലെങ്കിലും പറ്റൂല. പുരുഷന്മാർക്ക് അവരുടേതായ ഒരു വസ്ത്രമുണ്ട്, സ്ത്രീകൾക്ക് അവരുടേതായ ഒരു വസ്ത്രമുണ്ട്. അതുകൊണ്ടല്ലേ കയ്യിനും കാലിനും മൈലാഞ്ചിയിട്ട ഒരു സ്വഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിൽ കൊണ്ടുവന്നപ്പോ ആ സ്വഹാബിയെ പറ്റി എന്താണ് മറ്റു സ്വഹാബിമാരൊക്കെ വിളിച്ചത്? മുഖന്നത്ത് എന്നാണ്. മുഖന്നത്ത് എന്ന വാക്കിന്റെ അർത്ഥം പെൺകൂസൻ എന്നാണ്. പെണ്ണിന്റെ പണി ആണ് ചെയ്താൽ പറയാൻ പറ്റുന്നൊരു പേരാണത്. കയ്യിനും കാലിനും നിറയെ മൈലാഞ്ചിടൽ അത് പുരുഷന് സുന്നത്തില്ല എന്നു മാത്രമല്ല ഹറാമാണ്, എന്നു മാത്രമല്ല കബീറത്താണ്, വൻകുറ്റമാണ്. ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സവാജിറിൽ രേഖപ്പെടുത്തിയത് കാണാം. അത് ചെറുദോഷമല്ല, വൻദോഷമാണ്. കയ്യിനും കാലിനൊക്കെ മൈലാഞ്ചി. അപ്പൊ ചിലർക്ക് ഉസ്താദെ കല്യാണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അന്നെങ്കിലും ഒരു അനുവദന ഇസ്ലാം തരാത്തതുകൊണ്ട് ഇസ്ലാം എന്തൊരു പരിമിതമായ മതമാണ്. പുരുഷന് സൗന്ദര്യം കൂടാന് കയ്യിനും കാലിനൊന്നും കല്യാണ ദിവസം മൈലാഞ്ചി തേക്കണ്ട. അവന് ചേലത്തെ നല്ല ഒരു പുതുമയുള്ള വസ്ത്രം ധരിച്ച് നല്ല വൃത്തിയിൽ മുടിക്ക് കുറച്ച് എണ്ണൊക്കെ തേച്ച് നല്ലോണം വാർന്നു വെച്ച് നല്ല റാഹത്തോടെ അത്രയൊക്കെ തേച്ച് പുറത്തിറങ്ങിയാൽ തന്നെ ആളുകൾ പറയും പുതുമാരൻ അതാ വരുന്നത്. ചിലരൊക്കെ പുതിയാപ്പിളക്കാലും കേമമുള്ള വസ്ത്രം ധരിച്ച് കല്യാണപ്പുരയിൽ വരുമ്പോ ആൾക്കാർ സംശയം കൊണ്ട് ചോദിക്കൂല, നിങ്ങളാണോ പുതിയാപ്പിള, നിങ്ങളാണോ പുതുമാരെന്ന് ചോദിക്കൂ. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? പുരുഷന് നല്ല വേഷം നല്ല വസ്ത്രം ധരിച്ചാൽ തന്നെ സൗന്ദര്യം വർധനമാണ്, കൂടുതലാണ്. പിന്നെ മേക്കപ്പുകളുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ അവന്റെ ശരീരത്തിൽ നിന്ന് അവനോട് വെട്ടാനും ക്ലിയർ ആക്കാനും പറഞ്ഞ ഭാഗങ്ങളുണ്ട്. അതും കൂടി ഒന്നുകൂടി റെഡിയാക്കിയാൽ കുറച്ചുകൂടി സൗന്ദര്യം കൂടി. അങ്ങനെയാണ് അവന്റെ സൗന്ദര്യം. സ്ത്രീകൾക്ക് അങ്ങനെയല്ല. അവർക്ക് ധാരാളം സൗന്ദര്യങ്ങൾ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. സ്വർണ്ണാഭരണം അതിന്റെ ഭാഗമാണ്, പട്ടുവസ്ത്രം അതിന്റെ ഭാഗമാണ്. ചിലര് പറയുന്നു ഇസ്ലാം വളരെ ചുരുക്കിക്കാണെന്ന്. അല്ല, സ്വർണ്ണാഭരണങ്ങൾ സഹോദരനില്ലല്ലോ, പുരുഷനില്ലല്ലോ, പുരുഷനതിന്റെ ആവശ്യമില്ല. സ്ത്രീകൾക്ക് സ്വർണ്ണാഭരണം അനുവദനീയമാണ്, പട്ടുവസ്ത്രങ്ങൾ അനുവദനീയമാണ്. സൗന്ദര്യത്തിന്റെ ഭാഗമല്ലേ സഹോദരങ്ങളെ?
ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ സ്ത്രീകൾക്ക് വലിയ പരിശുദ്ധിയല്ലേ, വലിയ സൗന്ദര്യമല്ലേ? സ്വർണത്തിന്റെയും വെള്ളിയുടെയും ആഭരണങ്ങൾക്കൊപ്പം നല്ല പട്ടുവസ്ത്രം കൂടി ധരിച്ചാൽ എന്തൊരു സൗന്ദര്യമാണ്. മൈലാഞ്ചി അവർക്ക് സുന്നത്താണ്. വിവാഹിതയായ സഹോദരിമാർക്ക് കൈയിനും കാലിനും മൈലാഞ്ചി തേക്കൽ സുന്നത്താണ്. വിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പിലാക്കിയ സുന്നത്താണ്. എന്തെല്ലാം സുന്നത്തുകളാണ്? അവർ മുടി മുറിക്കരുത്, മുടി വളർത്തണം. പുരുഷനെ പോലെ അവര് മാസം കൂടുമ്പോ മുടി അങ്ങനെ വെട്ടിപ്പോകരുത്, മുടി അവരങ്ങനെ വളർത്തണം. പുരുഷന്റെ മാതിരി മുടി അവര് വടിക്കാൻ പാടില്ല. ഹജ്ജിന് പോയാലും ഉംറക്ക് പോയാലും സ്ത്രീകൾ മുടി വെട്ടുകയാണല്ലോ വേണ്ടത്, തലമുണ്ടനം ചെയ്യാവതല്ല. അവർക്കത് പ്രത്യേകം സുന്നത്തില്ല. അതും അവരെ ഭംഗി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിച്ചതാണ്. നോക്ക് നിങ്ങൾ, ഇസ്ലാം നൽകുന്ന പരിശുദ്ധിയും സൗന്ദര്യവും തന്നെ ധാരാളമാണ്. അതുകൊണ്ട് അനുവദനീയമായ മാർഗങ്ങൾ സ്വീകരിച്ച് അല്ലാത്തത് വിട്ടേക്കണം. അനുവദിച്ചതും നൽകിയതും സ്വീകരിക്കാൻ പറഞ്ഞതും ഒഴിവാക്കാൻ പറഞ്ഞ് തിരിച്ച് നമ്മൾ സ്വീകരിച്ചാലോ നമ്മൾ ഖുർആനിനോട്, സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്തവരാണ്. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, സ്വന്തത്തോട് അക്രമം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. വിശുദ്ധ ഖുർആൻ സ്വീകരിക്കാൻ പറഞ്ഞൊരു ഈമാനുണ്ട്. ആ ഈമാനാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഖുർആൻ സ്വീകരിക്കാൻ പറഞ്ഞ ഈമാൻ ഏതാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് സ്വീകരിച്ച ഈമാനില്ലേ, ആ ഈമാനാണ് നമ്മളോട് സ്വീകരിക്കാൻ പറഞ്ഞ ഈമാൻ. ആമിനു കമാ ആമനന്നാസ്, മദീനയിലെ മുനാഫിഖുകളോട് സ്വഹാബത്ത് സ്വീകരിച്ചതുപോലെ അന്നാസ് എന്ന് പറഞ്ഞത് ഏറ്റവും പരിശുദ്ധരായ ജനങ്ങൾ, സമ്പൂർണതയായ ജനങ്ങൾ, അത് സ്വഹാബിമാരാണ്. അവര് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്ന് പറയപ്പെട്ടാൽ മുനാഫിഖുകൾ പറയും പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരാണ്, പക്ഷേ ഈമാൻ കുറവാണ്. സ്വഹാബത്ത് വിശ്വസിക്കും പോലെ സ്വീകരിക്കും പോലെ തബറുക്കില് വിശ്വാസമില്ല, ആദരവില് വിശ്വാസമില്ല, അംഗീകാരമില്ല. സ്വഹാബത്ത് മഹബത്ത് വെക്കും പോലെ ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കാൻ മുനാഫിഖിനെ കിട്ടൂല. അവനതിന് കഴിയൂല. അത് തന്നെ ആ കാര്യം, അതവന്റെ ഈമാനിന്റെ ദൗർബല്യമാണ്, സ്വഹാബത്തിന്റെ ഈമാനിന്റെ ഊക്കാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അംഗീകരിക്കുക എന്ന് മാത്രമല്ല, തങ്ങൾ ഏത് പ്രയാസമുള്ള വിഷയങ്ങൾ പറഞ്ഞാലും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒന്ന് ചിന്തിച്ച് കാത്തു നിൽക്കാതെ, അങ്ങനെ വേണോ വേണ്ടയോ എന്ന് സംശയം പറയാതെ നേർക്ക് നേരെ മുന്നോട്ടിറങ്ങുന്നു. അത് ശരിക്ക് ഘോരമായിട്ട് സമരം നടത്തേണ്ട മുറയാണെങ്കിലും സ്വഹാബത്ത് പുറകോട്ടില്ല. അതേ സമയത്ത് മുനാഫിക്കിന്റെ അവസ്ഥ അങ്ങനെയല്ല. നിങ്ങൾ നോക്കൂ, ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഉഹദ് യുദ്ധത്തിലാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിന്റെ നേതൃത്വത്തിൽ 300 ആളുകൾ അവിടുന്ന് തിരിച്ചു പോന്നു. കൊടുമ്പിരി കൊണ്ടപ്പോ അവർക്ക് തോന്നി സംഗതി നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ ഈമാൻ കുറവായതുകൊണ്ട് തല പോകും തോന്നിപ്പോയി. അപ്പൊ അവര് പറഞ്ഞു ലൗനാലമു ഖിതാലൻ ലത്തബഅനാകും, നബി നമുക്ക് യുദ്ധം ശരിക്കും പരിചയമില്ല, അതുകൊണ്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ലൗനാലമു ഖിതാലൻ ലത്തബഅനാകും, ഈ സംഘട്ടനം സമരം നമുക്ക് നല്ല പാടവമുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുമായിരുന്നു. നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അല്ലാഹു തആല പറഞ്ഞു ഈ വാക്കിനെ പറ്റി, യഖൂലൂന ബിഅഫ്വാഹിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം, മനസ്സിലില്ലാത്തതാണ് അവർ വാക്കുകൊണ്ട് പറയുന്നത്, നാവ് കൊണ്ട് അവർ പുലമ്പുന്നത് മനസ്സിലില്ലാത്തതാണ്. മനസ്സിൽ സത്യത്തിൽ അങ്ങനെയല്ല ഉള്ളത്. ശരിക്ക് പോരാട്ടത്തിന്റെ മുറകളൊക്കെ അറിയാം, പക്ഷേ പേടിയാണ്, ഈമാൻ കുറവായതുകൊണ്ട് പേടിയാണ്. അതുകൊണ്ട് 300 ആളുകളാ മടങ്ങിയത്. ഒറ്റ സ്വഹാബി മടങ്ങിയിട്ടുണ്ടോ സഹോദരങ്ങളെ? ഈമാനുള്ള ഒരു സ്വഹാബി മടങ്ങിയിട്ടുണ്ടോ? മടങ്ങിയിട്ടില്ല എന്ന് മാത്രല്ല, പരിക്ക് പറ്റി കിടക്കുമ്പോൾ, അസുഖം ബാധിച്ച് കിടക്കുമ്പോ നമ്മളൊരു പൊതുപ്രവർത്തനത്തെ വിളിച്ചാൽ എത്ര ആൾ വരും ഈമാനിന്റെ ഊക്കോടെ?
പരിക്ക് പറ്റി കിടക്കുമ്പോ, ഉഹദിൽ നിന്ന് പരിക്ക് പറ്റി കിടക്കുമ്പോ അതാ അബൂ സുഫിയാൻ മക്കയിൽ നിന്ന് പറഞ്ഞേക്കുന്നു നുഐം ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന മഹാമനുഷ്യന്റെ പക്കൽ ഒരു സന്ദേശം. എന്താണ് സന്ദേശം? ധൈര്യമുണ്ടോ ഉഹദിൽ നിന്ന് പരിക്ക് പറ്റി കിടക്കുന്ന സ്വഹാബിമാരോട് ധൈര്യമുണ്ടോ ഇനിയൊരു പോരാട്ടത്തിന് വരാൻ? ബദറിലേക്ക് ഒന്നുകൂടി വരാൻ ധൈര്യമുണ്ടോ? ആരെയാണ് ഈ വിളിക്കുന്നത്? ആരോടാ ചോദിക്കുന്നത്? പരിക്ക് പറ്റി വീട്ടിൽ വിശ്രമിക്കുന്ന സ്വഹാബിമാരോടാണ്. അല്ലാഹു തആല പറയുന്നു സ്വഹാബിമാരുടെ ഈമാൻ, അല്ലദീന ഇസ്തജാബൂ ലില്ലാഹി വലിർറസൂലി മിൻ ബഅദി മാ അസാബഹുമുൽ ഖർഹ്. പരിക്ക് പറ്റി വീട്ടിൽ വിശ്രമിക്കുമ്പോ അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും വിളിച്ചപ്പോ യാതൊരു സംശയത്തിനും ഇടവരുത്താതെ, മനസ്സിലൊരു സങ്കുചിതത്വ ബോധമില്ലാതെ, നമ്മൾ പോകണോ പോകണ്ടയോ എന്ന് ആശങ്കയില്ലാതെ ശരിക്കങ്ങ് ഉത്തരം ചെയ്ത് ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ ഒരുക്കമാണ് എന്ന് പറഞ്ഞ മൂമിനീങ്ങളില്ലേ, അവരെ പറ്റി അല്ലാഹ് പറയുന്നു അവര് സാധാരണ ആളുകളല്ല. നുഐം ഇബ്നു മസ്ഊദ് വന്നിട്ട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, വലിയൊരു ജനവിഭാഗം നിങ്ങൾക്ക് വേണ്ടി സംഘടിച്ചിട്ടുണ്ട്, ബദറിലേക്ക് വരാൻ ഒരുക്കമുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ആ വൻ വ്യൂഹത്തെ പേടിക്കണം. അത് പറഞ്ഞപ്പോ സ്വഹാബത്തിന് ഈമാൻ അങ്ങ് കൂടിപ്പോയി. ഫസാദത്തുഹും ഈമാനാ, ആ വാക്ക് അവർക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു. അവര് പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. പരിക്ക് പറ്റിയ കയ്യും കാലുമായി സ്വഹാബത്ത് ബദറിലേക്ക് വന്നു. അതാണ് ബദറുൽ കുബ്ര എന്ന് പറയുന്നത്. വിശാലമായ ഒരു ചരിത്രമാണ്, ഞാൻ അതിന്റെ വഴികളിലേക്ക് കടക്കുന്നില്ല. ഒരാഴ്ചക്കാലം ബദറിൽ വന്നവർ താമസിച്ചു. ആര്? പരിക്ക് പറ്റി വീട്ടിൽ വിശ്രമിച്ചിരുന്ന ഉഹദിലെ പോരാളികളായ സ്വഹാബിമാര്. പരിക്കവർക്ക് പ്രശ്നമില്ല. മുത്തുനബി തങ്ങൾ ഒന്ന് വിളിച്ചാൽ എത്ര ശരീരത്തിന് വേദനയാണെങ്കിലും പരിക്കാണെങ്കിലും 99 ഭാഗങ്ങളിൽ വെട്ടുകൊണ്ട് മുറിവ് കൊണ്ട് കിടക്കുകയാണെങ്കിലും അവരുത്തരം ചെയ്യാൻ റെഡിയാണ്. അതവരെ ഈമാനാണ്. ദിക്റും ചൊല്ലിയിട്ട് അവര് വന്നു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾ ഒരുക്കമാണ്. ഒരാഴ്ചക്കാലം ബദറിൽ വന്ന് തമ്പടിച്ചു. അന്ന് നല്ല കച്ചവട സീസണായിരുന്നു. നല്ല കച്ചവടം ചെയ്ത് ലാഭം കിട്ടി. മക്കയിൽ ഒരൊറ്റ മുശ്രിക്ക് പോലും ബദറിന്റെ അടുത്തേക്ക് വന്നില്ല. അങ്ങനെ ഉത്തരം ചെയ്ത ആളുകൾക്ക് അല്ലാഹു തആല പറയുന്നു, ഇല്ലദീന അഹ്സനൂ മിൻഹും വത്തഖൂ ലഹും അജ്റുൻ അദീം. ആ ഉത്തരം ചെയ്തിട്ട് ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞ ആ മഹാന്മാരില്ലേ, അവർക്ക് അജ്റുൻ അദീം, വർണ്ണിക്കാൻ കഴിയാത്ത കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്. നിങ്ങൾ നോക്ക്, മുനാഫിക്കിന്റെ ഈമാനും സ്വഹാബത്തിന്റെ ഈമാനും നോക്ക്. അവര് മടങ്ങിപ്പോയി ഉഹദിൽ നിന്ന്. ഗനീമത്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഓടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുണ്ടായിരുന്നു, ഞങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് പോയതാണ്, ഇങ്ങനെ ആയതുകൊണ്ട് പോയതാണ്, ഞങ്ങൾക്കും വേണം. അങ്ങനെയുണ്ട്. അതാണ് അവരെ ഈമാന്. സ്വഹാബത്തിന്റെ ഈമാന് പോലെ മാറ്റമുണ്ട്. സ്വഹാബത്തിന്റെ ഈമാന് പോലെയല്ല മുനാഫിക്കുകളെ ഈമാന്. അതുകൊണ്ടാണ് സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം എന്ന് അല്ലാഹു പറഞ്ഞത്. നമ്മളോടും കൽപ്പിക്കുന്നത് അങ്ങനെയാണ്. അതിന് മാറ്റം വരാൻ പാടില്ല, സംശയം വരാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെയൊക്കെ ബഹുമാനിക്കണോ? സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, സന്ദേഹം വരരുത്. ആ ബഹുമാനത്തിന്റെ രൂപം പഠിപ്പിച്ചു തന്നതാരാന്നറിയോ? ഈമാനിൽ ഏറ്റവും പൂർണ്ണരാണെന്ന് അല്ലാഹു തആല ഖുർആനിൽ സർട്ടിഫൈ ചെയ്ത ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് ഒറിജിനൽ ഈമാനുള്ളവർ, അവരാണ് തികഞ്ഞ വിശ്വാസമുള്ള മുഅ്മിനീങ്ങൾ. അതാരെ പറ്റിയാ പറഞ്ഞത്? മുഹാജിറുകളെ പറ്റിയും 2 സ്ഥലങ്ങളിൽ അല്ലാഹു ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞ വാക്കാണ് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. എന്താണ് ആ സ്വഹാബിമാരുടെ ഈമാൻ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്നിട്ട് സുഹൈൽ ബിൻ അംർ ഹുദൈബിയ സന്ധിയിൽ സംസാരിക്കുമ്പോ ഒന്ന് കൈ ഇങ്ങനെ ഉയർത്തി, സംസാരത്തിന്റെ ഇടയിൽ കൈയിനപ്പുറത്ത് നിൽക്കുന്ന സ്വഹാബി ഒറ്റ തട്ട് കൊടുത്തു. കൈ ചൂണ്ടാതെ സംസാരിക്കുക എന്ന് പറഞ്ഞു. സ്വഹാബത്തിന്റെ ആദരവാണത്.
കൈ താഴ്ത്തിയിട്ട് സംസാരിക്കും. സുഹൈൽ ഇബ്നു അംർ നോക്കി, ആരാ എന്റെ കൈ തട്ടിയത്? നോക്കുമ്പോ ആരാ? ബഹുമാനപ്പെട്ട മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു. പഴയകാലത്തെ മക്കയിൽ ആടിനെ മേച്ചിരുന്ന ഒരു ആട്ടിടയനാണ്. പക്ഷെ അള്ളാഹു ഈമാൻ അങ്ങ് നൽകിയപ്പോ, ഇഖ്ലാസ് അങ്ങ് നൽകിയപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെറിയ ഒരു അനാദരവുണ്ടായാൽ സഹിക്കൂല. അതുകൊണ്ടല്ലേ ബാപ്പയും മകനും തമ്മിലുള്ള ഈമാനിന്റെ വ്യത്യാസം ഖുർആൻ പഠിപ്പിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന മുനാഫിഖീങ്ങളുടെ നേതാവ് പറഞ്ഞു, ലഇർ റജഅനാ ഇലൽ മദീനത്തി ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. ഈ യുദ്ധം കഴിഞ്ഞിട്ട് ഞങ്ങൾ മദീനയിലെത്തട്ടെ, ഞങ്ങൾ പ്രബല വിഭാഗം ദുർബല വിഭാഗമായ, ആരെ പറ്റിയാ ദുർബല വിഭാഗം എന്ന് പറഞ്ഞത്? ലോകത്തൊരു മനുഷ്യനും പറയാത്ത ഹീനമായ വാക്കാണത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയും സഹാബത്തിനെ പറ്റിയും. അവരെ മദീനയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കും. ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. അല്ലാഹു അതിന് തക്ക മറുപടി കൊടുത്തു. നിങ്ങൾക്കാണോ അന്തസ്? വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. അന്തസ്സും ആത്മാൻ അഭിമാനവും നിങ്ങൾക്കല്ല, അല്ലാഹുവിനാണ്, അല്ലാഹുവിന്റെ റസൂലിനാണ്, വിശ്വാസികൾക്കുമാണ്. മുനാഫിഖുകൾ ലാ യഅലമൂന, കാര്യം തിരിയാത്തവരാണ്, ഇൽമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്. ശരിക്കവർ മനസ്സിലാക്കി നല്ലോണം പഠിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയും സഹാബത്തിനെ പറ്റിയും അതല്ല് എന്നൊരു വാക്ക് പ്രയോഗിച്ചപ്പോ സ്വന്തം ബാപ്പാക്കെതിരെ ആ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിന്റെ മകനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മദീനയുടെ ബൗണ്ടറിയിൽ വെച്ച് ബാപ്പാനെ തടഞ്ഞു. ബാപ്പാനോട് പറഞ്ഞു, മദീനത്തേക്ക് ഇങ്ങോട്ട് കയറ്റി വിടൂല. നാവ് കൊണ്ട് തുറന്നു പറയണം, അല്ലാഹു വറസൂലുഹു അഅസ്സു വഅക്രം. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലുമാണ് ഏറ്റവും അന്തസ്സും ആത്മാഭിമാനവും ഉള്ളവര്. അവരെ ഇസ്സത്ത് പോലെ ലോകത്താർക്കും ഇസ്സത്തില്ല. അത് നാവ് കൊണ്ടൊന്ന് തുറന്നു പറഞ്ഞാലല്ലാതെ മദീനയിലേക്ക് കയറാൻ വിടൂല. മകന്റെ ഈമാൻ അത്ര വലിയ ഈമാനാണ്. ബാപ്പാനെ തടഞ്ഞു വെച്ചു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു എന്ന മകൻ. ബാപ്പാ, നിങ്ങളാ പറഞ്ഞ വാക്ക് മോശമാണ്, അത് ഈമാനിന് നിരക്കുന്ന വാക്കല്ല, മുഅ്മിനീങ്ങൾ പറയാൻ പറ്റിയ വാക്കല്ല. വാക്കിലുണ്ടോ ഈമാനുണ്ട്, പ്രവൃത്തിയിലുമുണ്ടോ ഈമാനുണ്ട്, അനുഷ്ഠാനത്തിലുമുണ്ടോ ഈമാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയോ സ്വഹാബത്തിനെയോ അവരുടെ ബഹുമാനത്തെ ഹനിക്കുന്ന വിധം എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് മുനാഫിഖീങ്ങളെ ഈമാനിലേക്ക് ചേർക്കണം. യഥാർത്ഥ അഹ്ലുസുന്നയുടെ ഈമാനല്ല. സ്വന്തം ബാപ്പാനെ തടഞ്ഞു നിർത്തിയിട്ട് പറയണമല്ലാതെ കയറ്റിവിടൂല. ഗത്യന്തരമില്ല എന്ന് കണ്ടപ്പോ ബാപ്പ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅസ്സു വഅക്രം. അല്ലാഹും അല്ലാഹുവിന്റെ റസൂലാണ് കൂടുതൽ ഇസ്സത്തുള്ളവര്. എന്നാ ഈ മദീനയിലേക്ക് കയറിക്കോളൂ. എന്നിട്ട് ഈ സ്വഹാബി നേരെ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ, എന്റെ വാപ്പ പറഞ്ഞത് സഹിക്കാത്തത് കൊണ്ട് വാപ്പാനെ ഞാൻ തടഞ്ഞു വെച്ചു. അതിൽ വല്ല കുഴപ്പമുണ്ട് നബിയെ? ബാപ്പാനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു. അല്ലാഹു റസൂലുഹു അഅസ്സു വഅക്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ചെയ്തത് നല്ല പണിയാണ്, അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ബാപ്പാനെ നാവ് കൊണ്ട് തിരുത്തി പറയാൻ ആ മകൻ തുനിഞ്ഞല്ലോ. ഈമാനിന് നിരക്കാത്തൊരു വാക്ക് പറഞ്ഞപ്പോ ഇതിന്റെ പേരിലാണ് കുടുംബങ്ങളെല്ലാം അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെ എതിർത്തത്. എല്ലാവരും വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ പറഞ്ഞ വാക്ക് മോശമായി. മക്കയിലുള്ള ആളുകൾ പോലും നബി തങ്ങളെ പറ്റിയും സഹാബത്തിനെ പറ്റിയും അതല്ലേ എന്നൊരു പ്രയോഗം നടത്തിയിട്ടില്ല. നിസാരന്മാരാണ്, നിന്യന്മാരാണ്, ഒന്നിനും കൊള്ളാത്തവരാണ്, ദുർബലരാണ് എന്നൊരു പ്രയോഗം നടത്തിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊന്നു പോയി നബി തങ്ങളോട് മാപ്പ് പറയണം, ഇസ്തിഗ്ഫാർ ചോദിക്കണം, പുറത്തു തരാൻ വേണ്ടി നബി തങ്ങളോട് ദുആർക്കാൻ പറയണം. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിന്റെ ഉള്ളിലുള്ള ഈമാന്റെ കട്ടി അറിയണോ? നിഫാഖിന്റെ കട്ടി എത്ര വലുപ്പമുണ്ട് എന്നറിയണോ? അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ പറഞ്ഞു, നിങ്ങൾ എന്നോട് വിശ്വസിക്കാൻ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു. നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു, നിസ്കരിച്ചു. സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, സക്കാത്ത് കൊടുത്തു. ഇപ്പൊ നിങ്ങൾ എന്നോട് പറയുന്നത് മുഹമ്മദ് നബിക്ക് സുജൂദ് ചെയ്യാനാണോ? എന്നതിന് കിട്ടൂല.
അപ്പോഴല്ലേ അല്ലാഹു ആയത്തിറക്കിയത് വഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വൗ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. മുനാഫിഖീങ്ങളെ വിളിച്ചിട്ട് മുനാഫിഖുകളെ നിങ്ങളൊന്ന് വരൂ, നിങ്ങളെ വൈകല്യം മാപ്പ് ചെയ്ത് കിട്ടാൻ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹിനോടൊന്ന് പൊറുക്കലിനെ തേടുമെന്ന് പറഞ്ഞാൽ അതുപോലും കേൾക്കാനോ അംഗീകരിക്കാനോ തുനിയാത്ത വിധം ലവ്വൗറുസഹും അവർ തലതിരിച്ച് കളയും നബിയേ. വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. ധിക്കാരികളായി പിന്തിരിഞ്ഞു പോകുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും അഇമ്മത്തുൽ അർബഈൻ താബിഈങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈമാൻ നമുക്ക് വേണ്ട. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, ഒരു പക്ഷേ ഒരു പുതിയ ചിന്താഗതി എന്ന നിലക്ക്, ഒരു മോഡേണിസം എന്ന നിലക്ക്, പുതിയ ചിന്തകൾ എന്ന നിലക്ക് ഒരാളുടെയും മനസ്സിൽ നാം വിട്ടുപോകരുത്. ഇവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറുപയഞ്ചനാണ്, ഇതൊന്നും പരിഷ്കാരമില്ലാത്തതാണ്, ഇതൊന്നുമല്ല ഈ നൂറ്റാണ്ടിലെ ദീന്. ഈ നൂറ്റാണ്ടിലെ ദീനിനൊരു മാറ്റം വേണം. ഇവരൊക്കെ പറയും പോലെ ഇങ്ങനെ ഒരു ഇസ്തിഗ്ഫാറും ഒരു തവസ്സുലും ഒരു മദ്ഹും ഇങ്ങനെ അങ്ങ് ജീവിച്ചാ പോരാ, അതൊക്കെ ഒരു പഴമയല്ലേ, പഴഞ്ചനല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കൂടാ. അവര് കൊണ്ടുവന്ന ആശയാദർശങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് കറക്റ്റായി നിലനിർത്തുമ്പോഴേ നമുക്ക് വിജയിക്കാൻ കഴിയൂ. സ്വഹാബത്തിന്റെ ജീവിതത്തിലും ജീവിതാനന്തരവും അവർ കാത്തു സൂക്ഷിച്ചത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനമാണ്. പിൽക്കാലത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഇമാമുകളും കാത്തു സൂക്ഷിച്ചതാ ബഹുമാനമാണ്. അതുകൊണ്ടല്ലേ ജീവിതത്തിൽ ഒരിക്കലും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോ, മദീന ഹറമിലെത്തുമ്പോ ചെരുപ്പ് ഒഴിവാക്കുകയാണ്. ഹയാത്ത് കാലത്ത് ഒരിക്കൽ പോലും മദീന ഹറമിൽ ചെരുപ്പിട്ട് നടന്നിട്ടില്ല. മഹാനവറുകൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രധന്യമായ പാദം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണില് ചെരുപ്പിട്ട് നടക്കാൻ എനിക്ക് യോഗ്യതയില്ല. അവര് പഠിപ്പിച്ചൊരു ബഹുമാനമാണത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് എഴുതുമ്പോ ഓരോ ഹദീസിനും വേണ്ടി കുളിച്ചില്ലേ സഹോദരങ്ങളെ, 2 റക്അത്ത് നിസ്കരിച്ചില്ലേ വുളു എടുത്തിട്ട്, എന്നിട്ട് സ്വലാത്തും സലാമും ചൊല്ലിയിട്ട് ഹദീസ് എഴുതുന്നു. 7000 ചില്ലാനം വരുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ എഴുതിയത് മുഴുവനും ആ രൂപത്തിലാണ്. കാരണം അതാരുടെ വാക്കാണ്, അതാരുടെ പ്രവൃത്തിയാണ്, ആരുടെ മൗനാനുവാദമാണ്? അല്ലാഹു ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച, ഏറ്റവും കൂടുതൽ മഹത്വം നൽകിയ, ഏറ്റവും വലിയ ബഹുമാനം പഠിപ്പിച്ച സയ്യിദുൽ അംബിയാ വൽ മുർസലീൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനമാണ്. അത് കുറക്കാൻ പറ്റൂല, അത് കുറവാകാൻ പാടില്ല. ആ ഒരു ബഹുമാനം എപ്പോഴും സ്വീകരിക്കണ്ടേ, ഇപ്പോഴും സ്വീകരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ഞാൻ വിശ്വസിച്ചാ മാത്രം വിജയിക്കൂല. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണഗണങ്ങളൊക്കെ എണ്ണിപ്പഠിപ്പിച്ച ശേഷം അതേ സൂറത്തുൽ അറാഫിൽ മുത്തുനബി തങ്ങളെ നന്നായി ഒന്ന് പരിചയപ്പെടുത്തിയ ശേഷം അല്ലാഹു പറയുന്നു, ഫല്ലദീന ആമനൂ ബിഹി, ആ നബിയെ കൊണ്ട് വിശ്വസിച്ചവര്, വിശ്വസിച്ചാ മാത്രം പോരാ, വഅസ്സറൂഹു, ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ചവര്. ബഹുമാനത്തിന് എതിരായ ഒരു വാക്കും പറയാൻ പറ്റൂല, ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റൂല, ഒരു സുന്നത്തും നിരാകരിക്കാൻ പറ്റൂല, ഒരു സുന്നത്തും ദീനിലില്ല എന്ന് പറയാൻ പറ്റൂല. അതൊക്കെ ബഹുമാനത്തിന്റെ എതിരാണ്. ആ നിലക്ക് നബി തങ്ങളെ ബഹുമാനിച്ചു. വനസറൂഹു, അവിടുത്തെ ദീനിനെ സഹായിച്ചു. ദീന് വളർത്തുന്നതിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ അംഗീകരിക്കുന്നതോടൊപ്പം അതേ അതിന്റെ പാരമ്പര്യമായ അടിസ്ഥാന ശൈലിയിൽ നിന്ന് വിടാതെ
വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറാതെ പരിശുദ്ധ ദീനിന് വേണ്ടി എല്ലാ സഹായങ്ങളും നൽകി. മുത്തുനബി തങ്ങളോടൊപ്പം അവതരിപ്പിക്കപ്പെട്ട നൂറാകുന്ന ഖുർആൻ പിൻപറ്റി ജീവിക്കുകയും ചെയ്താൽ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥത്തിൽ വിജയിച്ചവർ, അവരാണ് ആഖിറത്തിൽ വിജയിക്കുന്നവർ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് വിശ്വസിച്ച വിശ്വാസമാണ് കാത്തു സൂക്ഷിക്കേണ്ടത്. ആ വിശ്വാസമാണ് അയിമ്മത്തുൽ അർബഅ നാൾക്ക് നാൾ പഠിപ്പിച്ചു തന്നത്. ഇരിക്കട്ടെ, ഒറ്റക്കാരും കൂടി കൂട്ടിച്ചേർത്ത് ഞാൻ പറയട്ടെ, എന്റെ വകയല്ല. ആ ഹദീസുകൾ കൂടുതൽ അവഗാഹത്തോടെ മനസ്സിലാക്കി ഹിജ്റ 204 വഫാത്തായ 150 ജനിച്ച പണ്ഡിതന്മാരിൽ വലിയ പണ്ഡിതനായ ഇമാമുൽ അഇമ്മ ഇമാമുന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവര് പഠിപ്പിച്ചൊരാശയം കണ്ടില്ലേ തങ്ങള്? ആ ആശയം അംഗീകരിക്കുന്നവർക്കേ അഹ്ലുസുന്നയിൽ ഇടമുള്ളൂ. എന്താണ് ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞത്? വലം നഅലം അഹദൻ മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീന, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ നിന്ന് ഒരാളെ പറ്റിയും നമുക്കറിവില്ല. അവരെ പെൺമക്കളിൽ നിന്നോ അവരുടെ സഹോദരിമാരിൽ നിന്നോ ഒരാളെ പറ്റിയും നമുക്ക് അറിവില്ല. ഖറജത് ഇലാ ജുമുഅത്തിൻ വലാ ഇലാ ജമാ, ഒരൊറ്റ ജുമുഅയിലേക്ക് പുറപ്പെട്ടതായി ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമാക്കിയ, വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ മുഴുവനും പഠിച്ച, അതിന്റെ എല്ലാ വിശദീകരണങ്ങളും നമ്മെക്കാളും കൂടുതൽ, നമ്മുടെ ഉസ്താദുമാരെക്കാളും കൂടുതൽ, അതേ 10 നൂറ്റാണ്ടിലപ്പുറം ജീവിച്ച മഹാന്മാരെക്കാൾ കൂടുതൽ പഠിച്ച ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരൊറ്റ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണും അവരെ മക്കളിൽപ്പെട്ട ആരും ജുമുഅ ജമാഅത്തിന് പുറപ്പെട്ടതായി നമുക്ക് പരിചയമില്ല. ഹദീസിൽ നിന്ന് എവിടുന്നും നമ്മൾ അത് അറിഞ്ഞിട്ടില്ല. ആയത്തിന്റെ തഫ്സീറിൽ എവിടെയും കണ്ടിട്ടില്ല. എന്തെങ്കിലും ഒരു മഹത്വം ആ വിഷയത്തിൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ അവരോടത് കൽപ്പിക്കുമായിരുന്നു. നിങ്ങൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ഒരാളും ചെയ്തു കാണിക്കാത്ത കാര്യം, അവരുടെ മക്കൾ പെൺമക്കൾ ഒരാളും ചെയ്തു കാണിക്കാത്ത കാര്യം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഇത്രയും വലിയ ഇൽമു കൊണ്ട് പറഞ്ഞപ്പോ എന്താ മറുപടി എന്നറിയ നിങ്ങള്? ഒരാൾ പറഞ്ഞു, ഷാഫി ഇമാം നിങ്ങൾക്ക് അറിയാത്തത് പോകട്ടെ, അതിപ്പോ കാലം വികസിച്ചുകൊണ്ട് നമ്മക്കറിയാതാണ്. അങ്ങനെയുണ്ട്. ഇത്രയും കാലം പുരോഗമിച്ചില്ലേ? IT പുരോഗമിച്ചാൽ പിന്നെ എന്തോ അറിയല്ലോ. എന്തറിയും? IT പുരോഗമിച്ചാൽക്ക് എന്തറിയും? ഒരു 100 ഹദീസ് സനദ് തെറ്റാതെ പരമ്പര തെറ്റാതെ ഓതാൻ അറിയാത്ത ആളാണ് ഈ പറയുന്നത്. 100 പോയിട്ട് 10 കൂടി ഓതാൻ കഴിയില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അവരെ ആ കിബറിന്റെ കട്ടിയും ഖനവും ഒന്ന് ആലോചിച്ച് നോക്കി. ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള മഹാപണ്ഡിതൻ ജീവിതത്തിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ, ഒരു സുന്നത്ത് ചെയ്തിട്ടുണ്ടോ, അത് അങ്ങനെയും സമൂഹം പിൻപറ്റി പോന്നു. അല്ലാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, എഴുതിയിട്ടില്ല, ചെയ്തിട്ടില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കറാഹത്ത് എവിടെങ്കിലും കണ്ടതായി ആർക്കെങ്കിലും രേഖപ്പെടുത്താൻ കഴിയോ? ഇന്ന കറാഹത്ത് ഷാഫി ഇമാം തങ്ങൾ ചെയ്തു എന്നൊരു കുട്ടിക്ക് പറയാൻ കഴിയോ? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഇന്ന സുന്നത്ത് ഒഴിവാക്കി എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയോ? അത്രയും സൂക്ഷ്മതയോടെ ജീവിച്ച ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞപ്പോ അല്പജ്ഞാനികളായ ആളുകൾ അത് തള്ളി മാറ്റിക്കളഞ്ഞു, അത് വകഞ്ഞു മാറ്റി, ഇത് സ്വീകരിച്ചില്ല. സ്വീകരിക്കാനുള്ള കൽപ്പല്ലേ വേണ്ടത് സഹോദരങ്ങളെ. അവരെ പോലെ ഇൽമു നൽകപ്പെട്ട ആള് പിൽക്കാലത്ത് വന്നിട്ടില്ലാന്ന് പണ്ഡിതന്മാര് ഒരുപാട് ആളുകൾ ഉദ്ധരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഷാഫി ഇമാം തങ്ങളെ പറ്റിയാണെന്ന് ധാരാളം പണ്ഡിതന്മാര് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുമ്പോ ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, ഭൂഗോളമാകെ വിജ്ഞാനം കൊണ്ട് നടക്കുന്ന ഒരു ഖുറൈശ് പണ്ഡിതൻ ഇത് ഷാഫി ഇമാം തങ്ങളെ പറ്റിയാണെന്ന് പണ്ഡിതന്മാര് അവിതർക്കിതമായി പറയുമ്പോ എത്രമാത്രം ഇൽമാണ് അല്ലാഹു അവർക്ക് നൽകിയത്.
പിന്നെ അവർക്ക് അറിവില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കിന്റെ ആഴത്ര ഒറ്റ ഒന്ന് ചിന്തിച്ചാ പോരും നമുക്ക്. അപ്പൊ സഹോദരങ്ങളെ, ബിദ്അത്തിനോട് ഒരിക്കലും താല്പര്യം വന്നു പോകരുത്. ബിദ്അത്ത് നിഫാഖിലേക്കുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ്. മുനാഫിഖാകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വഴിയാണ് ബിദ്അത്ത്. മുനാഫിഖായാലോ ഇന്നൽ മുനാഫിഖൂന ഹുമുൽ ഫാസിഖൂൻ, മുനാഫിഖീങ്ങൾ ഫാസിഖീങ്ങളാണ് എന്ന് ഖുർആൻ പറഞ്ഞു. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ആഴിയിലാണ്, അടിത്തട്ടിലാണെന്ന് അല്ലാഹു തആല വിശദീകരിച്ചു. അതുകൊണ്ട് സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്തവരെന്ന് പറഞ്ഞാൽ വിശ്വാസ രംഗത്തും കർമ്മരംഗത്തും വൈകല്യം ബാധിച്ചവരാണ്. അതേ ഖുർആൻ സ്വീകരിക്കുന്നവരിൽ വമിൻഹും മുഖ്തസിദ്, മിതമായ നിലക്ക് നീതിയോടെ ഖുർആനും ഹദീസും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട്. തെറ്റാതെ നല്ല അളവിലത് സ്വീകരിച്ച് പാകത്തിന് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നവരുണ്ട്. കർമ്മരംഗത്തും അതുപോലെ തന്നെ വിശ്വാസരംഗത്തും അവർക്ക് കറബാധിച്ചിട്ടില്ല. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അതേ ഖുർആൻ സ്വീകരിച്ചവരിൽ നന്മകളെ കൊണ്ട് മുന്നോട്ട് കുതിച്ചവരുണ്ട്. വിശ്വാസത്തിൽ അവർ മുൻപന്തിയിലാണ്, കർമ്മരംഗത്ത് അവർ മുൻപന്തിയിലാണ്. ദാലിക ഹുവൽ ഫളലുൽ കബീർ, അതേ നന്മകളെ കൊണ്ട് മുന്നോട്ട് കുതിക്കാൻ കഴിയുക എന്നുള്ളത് അല്ലാഹു ചെയ്യുന്ന വലിയ ഔദാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നന്മകളെ കൊണ്ട് മുന്നോട്ട് കുതിക്കുന്ന ആളുകൾക്ക് ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ, എന്നെന്നും താമസിക്കാനുള്ള ഉദ്യാനങ്ങൾ അല്ലാഹു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അവർ പ്രവേശിക്കും. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഅ, സ്വർഗത്തിൽ അവരെത്തുമ്പോ ഒരുപാട് സ്വർണവളകൾ അവർക്ക് ധരിപ്പിക്കപ്പെടുന്നു. സാധാരണ നമുക്ക് ധരിപ്പിക്കുന്ന സ്വർണവളകളെക്കാൾ നന്മ കൊണ്ട് സജീവമായി മുന്നോട്ട് നീങ്ങുന്നവർക്ക് സ്വർണവളകൾ ധാരാളമാണ്. അതുകൊണ്ടാണ് മുഅ്മിനായ മനുഷ്യനോട് പറഞ്ഞത്, നന്നായി നീ ഉളു എടുക്കുമ്പോ നിന്റെ കൈമുട്ട് വരെ മാത്രം കൈകി നിർത്തരുത്, കഴിവിന്റെ പരമാവധി കൈ നീ കയറ്റി കൈകണം. കാരണം തബ്ലുഗു ഹില്ലത്തുൽ മുഅ്മിനി ഹൈസു യബ്ലുഗുൽ വുളൂ, മുഅ്മിനായ മനുഷ്യന് സ്വർഗത്തിൽ കിട്ടുന്ന ആഭരണങ്ങളില്ലേ, വുളൂഇന്റെ വെള്ളം ചേരുന്ന ഭാഗത്തോളം അത് വിശാലമായി കിട്ടും. ധാരാളം സ്വർണ്ണാഭരണങ്ങൾ അല്ലാഹു ധരിപ്പിക്കുകയാണ്. വലുഉലുആ, വിലപിടിപ്പുള്ള നല്ല മുത്തും അല്ലാഹു ധരിപ്പിക്കുന്നു. വലിബാസുഹും ഫീഹാ ഹരീർ, ആ സ്വർഗത്തിലുള്ള ആളുകൾക്ക് സ്വർഗത്തിൽ അല്ലാഹു നൽകുന്ന വസ്ത്രം പട്ടുവസ്ത്രമാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അവിടെ പട്ടുവസ്ത്രമാണ്. ദുനിയാവിൽ അത് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ആ നിയമം സ്വീകരിച്ചത് ധരിച്ചില്ല. അതേ സ്വർണ്ണാഭരണം പാടില്ല എന്ന് പറഞ്ഞപ്പോ ഒരു സ്വർണത്തിന്റെ വള പോലും, ഒരു ചെയിന് പോലും, ഒരു മോതിരം പോലും സ്വീകരിച്ചില്ല. ആ നിലക്കുള്ള നല്ല സ്വർഗത്തിന്റെ ഉദ്യാനങ്ങളിലേക്ക് അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുകയാണ്. ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമാണ് സഹോദരങ്ങളെ നിറഞ്ഞ അമല്. അമലിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത്. കഴിവിന്റെ പരമാവധി സുന്നത്തുകൾ ഏതെല്ലാം ചെയ്യാൻ കഴിയുമോ, ഇനിയും നമ്മുടെ ജീവിതത്തിൽ കരുപ്പിടിപ്പിക്കാത്ത ധാരാളം സുന്നത്തുകളുണ്ട്. സമയമായിട്ടില്ല എന്ന് മാത്രം പറയരുത്. സമയം എന്നോ അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. യാത്രയുടെ അടയാളങ്ങളൊക്കെ അല്ലാഹു നൽകി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുങ്ങേണ്ട രൂപം മാത്രമേ ഉള്ളൂ. ചെയ്യാൻ കഴിയാവുന്ന സുന്നത്തുകൾ ധാരാളം ധാരാളം വർദ്ധിപ്പിക്കണേ. വഫാത്തിന്റെ തൊട്ട് മുമ്പ് ഒന്നായിട്ട് ഇറങ്ങിയ സൂറത്തല്ലേ ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ആ സൂറത്ത് ഇറങ്ങിയ ശേഷം ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ചിരിച്ചിട്ടില്ല. പിന്നെ മുത്തുനബി തങ്ങൾ വല്ലാത്ത ഒരുക്കമാണ്. ബീവി
ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്ത് ഇറങ്ങിയ ശേഷം നിസ്കാരത്തിൽ റുകൂഇലും സുജൂദിലും നീണ്ട തസ്ബീഹാണ്. 60-ലധികം തസ്ബീഹാണ് ഒരു റുകൂഇലും സുജൂദിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചൊല്ലിയിരുന്നത്. എന്തേ? അല്ലാഹു തആല ആഖിറത്തിലേക്ക് ക്ഷണിച്ചപ്പോ അവസാനം പറഞ്ഞത് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. തസ്ബീഹ് അധികരിപ്പിക്കണം, ഹംദ് അധികരിപ്പിക്കണം. ആ തസ്ബീഹും ഹംദും ഉൾപ്പെട്ട നിസ്കാരം അധികരിപ്പിക്കണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ യാത്രക്കുള്ള ഒരുക്കത്തിലാണ്. പിന്നെ തങ്ങൾ ചിരിച്ച ഒരു സന്ദർഭം ഏതാണെന്നറിയോ? വഫാത്തിന്റെ തൊട്ട് മുമ്പ് ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ ഒരു സന്തോഷമുള്ള വാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു പറഞ്ഞൊരു ഘട്ടമുണ്ട്. എന്റെ ഉമ്മത്തിന് ഞാൻ പോയാൽ പിന്നെ ആരാണ്? എന്റെ ഉമ്മത്തിന്റെ ആഖിറത്തിൽ എന്റെ ഉമ്മത്തിന്റെ അവസ്ഥയിൽ എനിക്ക് അല്ലാഹു തആല നൽകുന്ന കാര്യം എന്തായിരിക്കും? അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നബിയേ, നിങ്ങളെ ഉമ്മത്തിന്റെ വിഷയത്തില് അല്ലാഹ് നിങ്ങളെ വിഷമിപ്പിക്കൂല. ആഖിറത്തിൽ അല്ലാഹ് നിങ്ങൾക്ക് വലിയ സന്തോഷം നിങ്ങളെ ഉമ്മത്തിന്റെ വിഷയത്തിൽ നൽകുമെന്ന് പറഞ്ഞപ്പോ എങ്കിൽ എനിക്ക് വിട പറയുന്നതിന് കുഴപ്പമില്ല. ഉമ്മത്തിനെ പറ്റിയുള്ള സന്തോഷ വാർത്ത കേട്ടപ്പോഴാണ് നബി തങ്ങളൊന്ന് ചിരിച്ചുപോയത്. വല്ലാത്ത സന്തോഷമാണ്. അതുവരെ സഹോദരങ്ങളെ തയ്യാറെടുപ്പിലാണ്, ഒരുക്കത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫിറാഖിന് ശേഷം എന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കുന്ന സ്വഹാബ വല്ലാത്തൊരു വിഷമം കാണാറുണ്ടായിരുന്നു. തങ്ങൾ പിരിഞ്ഞു പോയല്ലോ എന്നൊരു ടെൻഷൻ ആ മുഖത്ത് എപ്പോഴും കാണാറുണ്ട്. വല്ലാത്തൊരു വിഷമത്തിന്റെ അവസ്ഥ കാണാറുണ്ട്. പ്രകടിപ്പിക്കാറില്ല. ദുഃഖപ്രകടനം ഇസ്ലാമിലില്ലല്ലോ. പക്ഷേ എന്നാലും സഹാബത്ത് നോക്കുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഇരിക്കുന്ന, തങ്ങളോടൊപ്പം ജീവിക്കുന്ന സമയത്തുണ്ടായിരുന്ന മുഖപ്രസന്നത അതിന്റെ ശേഷം കാണുന്നില്ല. സിദ്ദീഖ് തങ്ങളും ഒരുങ്ങുകയാണ്. ഏറ്റവും കൂടുതൽ ഒരുങ്ങിയതാരാന്നറിയോ? തങ്ങളെ വഫാത്തിന് ശേഷം സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന ബീവി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ ഒരുങ്ങി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞൊരു സ്വകാര്യമുണ്ട്. ഫാത്തിമ, എന്റെ കുടുംബത്തിൽ നിന്ന് എന്നിലേക്ക് ആദ്യം എത്തിച്ചേരുന്നത് നിങ്ങളാണ് കേട്ടോ. കൃത്യമായി 6 മാസമല്ലേ ഫാത്തിമ റളിയല്ലാഹു അൻഹ ജീവിച്ചത്? സഹോദരങ്ങളെ, ആ 6 മാസവും ഒരുക്കമാണ്. നന്നായി ഒരുങ്ങുന്ന ഒരുക്കമാണ്, ചെറിയ ഒരുക്കമല്ല. എന്തിനാ ഒരുങ്ങുന്നത്? ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ കുടുംബത്തിൽ നിന്ന് ആദ്യം ഉപ്പാന്റെ അടുത്തേക്ക് എത്തുന്നത് ഞാനാകുന്നു. അതേ, പിന്നെ ചിന്തിക്കുന്നത് കഫംപുടയെ സംബന്ധിച്ചും മയ്യത്ത് കട്ടിലിനെ സംബന്ധിച്ചും മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും ജനങ്ങളെല്ലാവരും വരുന്നൊരു സമയത്ത് എന്റെ ശരീരം കാണുമോ എന്ന വിഷയങ്ങളൊക്കെ ഓരോന്നോരോന്നാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞത്, അലിയാരേ, ഞാൻ പകല് മരിച്ചാലും രാത്രി മരിച്ചാലും എന്റെ ജനാസ ഖബറിലേക്ക് വീട്ടിൽ നിന്നെടുക്കുന്നത് രാത്രിയാകണേ. കാരണം അന്ന് ജനാസ കൊണ്ടുപോകുമ്പോ ഒരു പലക മാത്രമാണ്. ഇന്നത്തെ പോലെ മറയുള്ളൊരു കട്ടിലില്ല. ഒരു പലകയുടെ മുകളിൽ ജനാസ കടത്തും. മയ്യത്തിനെ കടത്തിയിട്ട് പിന്നെ അതിന്റെ മേലെ ഒരു തുണിയങ്ങ് മൂടും. തുണിയങ്ങ് മൂടിയാലും അതിന്റെ ഉള്ളിലൂടെ കാറ്റടിക്കുന്നതിലൂടെ എന്റെ ശരീരത്തിന്റെ അളവും കോലവും മറ്റുള്ളവർ അറിഞ്ഞേ
വന്നേക്കുമോ? അതുണ്ടാകാൻ പാടില്ല. ആരും കാണൂലല്ലോ രാത്രിയാകുമ്പോ. ജനങ്ങളൊക്കെ വടിയും നോക്കി മുന്നോട്ടങ്ങ് നടക്കൂലേ? പിന്നെ എന്റെ ശരീരത്തിലേക്കുള്ള നോട്ടം കുറയുമല്ലോ. അതുകൊണ്ട് രാത്രി എന്നെ മറവ് ചെയ്യണേ. മഹദി വഫാത്തായത് പകലിലാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എവിടെ നിന്നിട്ട് സമയം കാത്തു കളയണ്ട. മഗ്രിബാകാൻ സമയമാകുമ്പോ എല്ലാവരും ഇങ്ങോട്ട് വന്നോ. മഗ്രിബിന്റെ ശേഷം ജനാസ വീട്ടിൽ നിന്ന് എടുക്കുന്നതാണ്. പിന്നെ യാത്രയെ പറ്റിയുള്ള ചിന്തയാണ്, യാത്രയെ പറ്റിയുള്ള വസിയത്തുകളാണ്, ഒരുക്കങ്ങളാണ്. സാധാരണ ഒരുക്കമല്ല, വല്ലാത്ത ഒരുക്കമാണ്. സഹോദരങ്ങളെ, ഒരു മുന്നറിയിപ്പങ്ങ് കിട്ടിയപ്പോ, അടുത്തേക്ക് ആദ്യം വരുന്നത് നിങ്ങളാണെന്ന് മുന്നറിയിപ്പ് കിട്ടിയപ്പോ എന്തൊരു ഒരുക്കമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരുങ്ങുന്നത്. നമ്മളും നന്നായി ഒരുങ്ങേണ്ട സന്ദർഭമാണ്. ആഖിറത്തിലെത്തുമ്പോ 3 രൂപത്തിലല്ലേ ആളുകൾ അല്ലാഹു ഹിസാബിന് വേണ്ടി കൊണ്ടുവരുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, യുഹാസബുൻ നാസു യൗമൽ ഖിയാമത്തി അലാ സലാസത്തി അൻഫാർ. 3 രൂപത്തിലായിട്ടാണ് മൊത്തം മനുഷ്യരെ ആഖിറത്തിലേക്ക് അല്ലാഹു കൊണ്ടുവരുന്നത്. ഒരു വിഭാഗം യൂസുഫ് സിദ്ദീഖ്, ബഹുമാനപ്പെട്ട സയ്യിദുനാ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, അവരെ രൂപഭാഗത്തിൽ ഒരു വിഭാഗം ആൾക്കാർ. രണ്ടാമതൊരു വിഭാഗം ആൾക്കാർ സയ്യിദുനാ സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ രൂപഭാവത്തിലുള്ള ഒരു വിഭാഗം ആൾക്കാർ. മൂന്നാമത്തെ ഒരു കൂട്ടം ആൾക്കാർ ബഹുമാനപ്പെട്ട സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാം. ഈ 3 ആൾക്കാരൊന്നും നമ്മളെ കൂട്ടത്തിലുണ്ടാവും, ഈ സദസ്സിലുണ്ടാവും. ഈ നാട്ടിൽ ഏതായാലും ഉണ്ട്, പുറനാട്ടിലൊക്കെ ഉണ്ട്, എല്ലാ സ്ഥലത്തും ഈ 3 രൂപത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു വിഭാഗം ആൾക്കാരെ കൊണ്ടുവരുന്നത്, ആദ്യം കൊണ്ടുവരുന്നത് തൊഴിലാളികളെയാണ്. തൊഴിലാളികളോട് അല്ലാഹു തആല ചോദിക്കും, മാ ശുഗ്ലുക്കും മൻ ത്വഅതി, എനിക്കനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളഞ്ഞ കാര്യം എന്താണ്? കൃത്യമായി നിസ്കരിക്കാത്തതെന്തേ? നോമ്പ് നോൽക്കാത്തതെന്തേ? ഖുർആൻ മറ്റുള്ളവർ ഓതും പോലെ ഓതാത്തതെന്തേ? എല്ലാ ദിവസവും നിങ്ങൾക്ക് ഫർളാക്കപ്പെട്ട പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിന്നതെന്തേ? സുന്നത്തായ വിഷയങ്ങൾ പലതും മുടക്കിയതെന്തിനാണ്? എന്നെ അനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ മാറ്റിയ കാര്യം എന്താണ്? ആ സമയത്ത് തൊഴിലാളികൾ പറയും, റബ്ബേ ജഅൽതനാ തഹ്തൽ ആദമിയീൻ, ചില മനുഷ്യന്മാരെ കീഴിൽ ഞങ്ങളെ നീ തൊഴിലാളികളാക്കിയില്ലേ, അടിമകളാക്കിയില്ലേ? അവര് നിശ്ചിത സമയം പറഞ്ഞ് ഞങ്ങളങ്ങ് ജോലിയെടുത്തല്ലോ, ആ ജോലിയിൽ ഞങ്ങൾ മുഴുകിപ്പോയി. അവരെ അടിമത്വം കൊണ്ട്, ഖിദ്മത്ത് കൊണ്ട് ഞങ്ങള് നിന്റെ ഖിദ്മത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റിപ്പോയി. അപ്പൊ അല്ലാഹു തആല വിളിക്കുന്നു ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയുന്നു, യൂസുഫ് നബി അലൈഹിസ്സലാം കാന മംലൂക്കൻ, ഒരടിമയായി വർഷങ്ങളോളം ജീവിച്ച മഹാനാ. അങ്ങനെ അടിമയായി കഴിഞ്ഞിട്ടും വമാ ശഗലഹു ദാലിക അൻ ത്വഅതി, എന്നെ അനുസരിക്കുന്നതിൽ നിന്ന്, എനിക്ക് വഴിപ്പെടുന്നതിൽ നിന്ന്, ഒരിക്കലും യൂസുഫിനെ അനുസരിക്കുന്നതിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം മാറിക്കളഞ്ഞിട്ടില്ലല്ലോ. നമ്മളെ നാട്ടിലെ ആൾക്കാർ പറയും, ഞങ്ങൾക്ക് ജോലിയായിരുന്നു, ഞങ്ങൾ മറ്റേ മുതലാളിന്റെ കമ്പനിയിൽ ജോലിയായിരുന്നു. മുതലാളി പറഞ്ഞു, രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ തുടരെ ജോലിയാണ്. രാവിലെ 10 മണിന്റെ മുമ്പ് ഭക്ഷണം കഴിച്ച് നിങ്ങൾ അങ്ങ് കയറണം, പിന്നെ 6 മണിക്ക് ശേഷം ആ ഭക്ഷണം കഴിക്കാൻ ലീവ് തരുന്നത്. അതിനിടയിൽ പുറത്തു പോകാൻ പറ്റൂല, നിങ്ങൾ വേറൊരു ലീവും എടുക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ളുഹർ പോയി, അസ്റും പോയി, ചിലപ്പോഴൊക്കെ ളുഹർ പോകും, അസ്ർ മാത്രം കിട്ടും. ഒരൊറ്റ ഫർള് അങ്ങനെ മാറിപ്പോയാ തന്നെ കഷ്ടകാലമല്ലേ?
ഞങ്ങൾ ആ മനുഷ്യന്മാരെ കീഴിൽ തൊഴിലെടുത്ത് ജീവിച്ചവരാന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റുമോ? എങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവന്നിട്ട് ഇതും ഒരടിമയായിരുന്നു. കൊട്ടാരത്തിൽ ഒരുപാട് ഡ്യൂട്ടിയുള്ള അടിമയാണ്. ഒരിക്കൽ പോലും എന്നെ അനുസരിക്കുന്നതിൽ നിന്ന് ശ്രദ്ധ മാറിയിട്ടില്ല. പിന്നെന്തിനാ നിങ്ങളെ ശ്രദ്ധ മാറിപ്പോയത്? കൊട്ടാരത്തിൽ എത്ര സുഖസൗകര്യങ്ങളുണ്ട്. ആ സുഖസൗകര്യങ്ങളിൽ ആകൃഷ്ടനായിട്ട് ഒരിക്കൽ പോലും ശ്രദ്ധ മാറിയിട്ടില്ല. കൊട്ടാരത്തിലെ തരുണീമണിയായ ബീവി സലീഖ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആകർഷിച്ചിട്ട് പോലും യൂസുഫ് നബി അലൈഹിസ്സലാം വഴങ്ങിയില്ല. അള്ള പറഞ്ഞ കാരണം എന്താണ്? ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. യൂസുഫ് നബി അലൈഹിസ്സലാം അങ്ങനെ കുടുങ്ങൂല. ഒരടിമയാണ് യജമാനത്തി പറയുന്നതൊക്കെ കേൾക്കണം എന്ന് പറഞ്ഞാൽ അതിന് വഴിപ്പെട്ടു കൊടുക്കൂല. കാരണം യൂസുഫ് നബി അലൈഹിസ്സലാം മിൻ ഇബാദിനൽ മുഖ്ലസീൻ, നമ്മുടെ ഇഖ്ലാസുള്ള അടിമകളിൽപ്പെട്ടവരാണ്. ഇഖ്ലാസുള്ള തൊഴിലാളികളാണെങ്കിൽ ഒരു നിസ്കാരം മുടങ്ങൂല, ഒരിക്കൊന്നും മുടങ്ങൂല, ഒരു കൃത്രിമം ചെയ്യൂല, പറ്റിക്കൂല, ചതിക്കൂല, വിശ്വാസവഞ്ചന വരുത്തൂല, നിയമങ്ങൾ തെറ്റിക്കൂല, ഒന്നും ചെയ്യൂല. നീ അവിടെ തൊഴിലാളിയായിരുന്നിട്ടില്ലേ? എന്നിട്ട് എന്തിനാ നീ അയാള് നിന്നെ ഏൽപ്പിച്ച തൊഴിലിൽ നിന്ന്, സമ്പത്തിൽ നിന്ന് കുറച്ച് നിന്റെ കീശയിലാക്കിയത്? നിന്നെ അയാള് അടക്ക പറിക്കാൻ ഏൽപ്പിച്ചു. ഇവിടെ അടക്കണ്ടോ? കുറവാണ്ടേ, നന്നായിക്കോട്ടെ, എന്നാ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. അടക്ക പറിക്കാൻ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ കാപ്പി പറിക്കാൻ ഏൽപ്പിച്ചു. കാപ്പി ഉണ്ടോ? ഇല്ല, അത് കൊടകില. കാപ്പി പറിക്കാൻ ഏൽപ്പിച്ചു. എന്നിട്ട് എന്തിനു ഒരു ചാക്ക് കാപ്പി നീ എടുത്തുകൊണ്ടുപോയി? ദിനേന നിനക്ക് കൂലി തരുന്നില്ലേ? 500, 700. നിശ്ചയിച്ച രൂപത്തിൽ മുമ്പൊക്കെ 100 അതിന്റെ മുമ്പ് 25 അതിന്റെ മുമ്പ് നമ്മൾ ഉപ്പാപ്പാര കാലത്തൊക്കെ 4 എന്നിട്ട് ഇത്രയും കൂലി തന്നിട്ട് പിന്നെന്തിനാ നീ ചതിച്ചത്? നീ എന്തിനാ തെറ്റിപ്പോയത്? ളുഹറിന്റെ സമയമാകുമ്പോ ഭക്ഷണം തന്നില്ലേ? എന്തുകൊണ്ട് 5 മിനിറ്റ് ചെലവഴിച്ച് നിസ്കരിച്ചില്ല? അരമണിക്കൂർ റെസ്റ്റിന് വേണ്ടി എടുത്തില്ലേ? വലിയ മുതലാളിന്റെ വീടിന്റെ പണിയാണ് നിനക്ക്, കോൺട്രാക്ട് വർക്കാണ് നിനക്ക്, നീ എഞ്ചിനീയറും മറ്റുമൊക്കെയാണ്. നിന്റെ കീഴിൽ ധാരാളം തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികൾ 10-25 ആളുകള്. അവര് ഭക്ഷണം കഴിച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റാണ്. 5 മിനിറ്റ് നിസ്കരിച്ചൂടായിരുന്നില്ലേ? എന്തിന് ശ്രദ്ധ മാറിപ്പോയി? ഉമ്മമാരെ, അയൽപക്കത്തെ വീട്ടില് വലിയ വലിയ മുതലാളിമാരെ വീട്ടില് ജോലിക്ക് പോയി നിസ്കാരം മുടക്കേണ്ടതില്ല. കൃത്യമായ നിർബന്ധങ്ങൾ ഒന്നും ഒഴിവാക്കേണ്ടതില്ല. ഔറത്ത് മറക്കുന്നതിൽ നിന്ന് മാറേണ്ടതില്ല. കടപാടുകൾ വീട്ടുന്നത് കുറയ്ക്കേണ്ടതില്ല. ആരുടെ കീഴിൽ അടിമയായി ജീവിച്ചാലും, ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സൂപ്പർവൈസർ ആണെങ്കിലും, എത്ര വലിയ നേതാവാണെങ്കിലും, രാജാവാണെങ്കിലും, യജമാനനായ റബ്ബിന് വഴിപ്പെടുന്നതിൽ നിന്ന് ഒരടിമയും മാറിപ്പോകണ്ട. സുഖ സൗകര്യങ്ങളുള്ള കൊട്ടാരത്തിന് നല്ല ഡ്യൂട്ടി ചെയ്ത് ജീവിച്ച മഹാനാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ഒരു നിലക്കും റബ്ബിന്റെ ത്വാഅത്തിൽ നിന്ന് മാറാത്തത് കൊണ്ട്, ഇഖ്ലാസോടെ ജീവിച്ചത് കൊണ്ട് 10-40 വർഷത്തിന് ശേഷം ആ കൊട്ടാരത്തിന്റെ സാമ്പത്തിക വകുപ്പ് അസീസ് രാജാവ് ആദ്യഘട്ടത്തിൽ ഏൽപ്പിച്ചു. പിന്നെ അധികാരം മുഴുവനും കൊടുത്തു. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. ഒരടിമയെ കൊണ്ടുവന്നപ്പോ ഒരു ഉദാഹരണത്തിന് വേറെ എത്ര അടിമകളുണ്ട്? മഹാന്മാരെ കാലത്തൊക്കെ ജീവിച്ചു പോയ അടിമകള്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ജീവിച്ച ഒരു അടിമ ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണാധികാരം മാനിക്കൂലേ? മാനിക്കണം. മാനിക്കണ്ടെന്നല്ല, അയാൾക്കൊരു അധികാരം ഉണ്ടല്ലോ, മാനിക്കണം. ഭരണാധികാരി ഒന്ന് വിളിച്ചു, ഉമർ റളിയല്ലാഹുവിനെ വിളിച്ചപ്പോ ഒന്ന് പോയാൽ, അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് എന്നെ കാണണോ, ഇങ്ങോട്ട് വന്നോട്ടെ. ഉമർ റളിയല്ലാഹുവിന് പതുക്കെ കയറി അങ്ങോട്ട് എത്തി. അവിടെ എത്തി ഉമർ റളിയല്ലാഹുവിന്റെ ആളെ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഇഖ്ലാസുള്ള തഖ്വയുള്ള അടിമ. 1 ദിർഹമെങ്ങാനും കിട്ടിയാൽ അവർക്ക് എന്തൊരു സന്തോഷാണ്. പ്രാരാബ്ദം നിറഞ്ഞവരാണ്. അടിമ പറഞ്ഞു, ഉമർ തങ്ങളെ, ഞാൻ ഉടമസ്ഥനല്ല, തൊഴിലാളിയാണ്. എനിക്കിതിനെ പരിചരിക്കാനും നോക്കി നടത്താനും മാത്രമേ അധികാരമുള്ളൂ.
വിൽപ്പന നടത്താൻ എനിക്ക് അധികാരമില്ല. ഇതിന്റെ ഉടമസ്ഥൻ അത് അപ്പുറത്തുണ്ട്, അവരോട് ചോദിച്ചിട്ട് വേണം ഇത് വിൽക്കാൻ. ഞാൻ ഇതിന്റെ ഉടമസ്ഥനല്ല, തൊഴിലാളി മാത്രമാണ്. ഇതിനെ മേച്ചുകൊണ്ട് നടക്കുന്ന, വെള്ളം കൊടുക്കുന്ന, സമയമാകുമ്പോ വീട്ടിലേക്ക് എത്തിക്കുന്ന തൊഴിലാളിയാണ്. റളിയല്ലാഹു പറഞ്ഞു, ഒരാടിനെയല്ലേ, റളിയല്ലാഹു ഒന്ന് പരിശോധിക്കാണ്, ഒരാടിനെയല്ലേ. ഒരാടിനെ കാണാതെയായാൽ അതിപ്പോ യജമാനൻ ചോദിക്കുമ്പോ ചെന്നായി പിടിച്ചെന്ന് പറഞ്ഞാൽ അവർ ഇടയ്ക്കൊരാടിനൊക്കെ ചെന്നായി പിടിക്കാതിരിക്കുവോ? ഒരാടിനങ്ങ് തന്നേക്ക്, കാശ് തരാം. ഉമർ റളിയല്ലാഹുവിനോട് അടിമ പറഞ്ഞു, ശരി, എന്റെ യജമാനൻ ചോദിച്ചാൽ എന്താണ് മറുപടി പറയേണ്ടത് എന്ന് നിങ്ങൾ പഠിപ്പിച്ചു. ചെന്നായി പിടിച്ചാണെന്ന് പറഞ്ഞാൽ മതി. എന്നാ ഒരു കാര്യം കൂടി പഠിപ്പിച്ചെന്നാൽ ഞാൻ ആടിനെ തരാം. എന്താ കാര്യം? നാളെ ആഖിറത്തിൽ അള്ളാഹു ചോദിച്ചാൽ എന്ത് പറയണം അതുകൂടി പഠിപ്പിച്ചരണം. ഇവിടെ പറയേണ്ട മറുപടിയല്ലേ നിങ്ങൾ പറഞ്ഞു തന്നത്? നാളെ ആഖിറത്തിൽ ഇതിന്റെ ഒരു കണക്കുണ്ടല്ലോ, ഈ വിഷയത്തിലൊരു ഹിസാബുണ്ടല്ലോ. അവിടെ അള്ളാഹു നിങ്ങൾക്ക് ഞാൻ വിറ്റ ആടിനെ പറ്റി, ഉടമസ്ഥതയില്ലാത്ത കച്ചവടത്തെ പറ്റി എന്നോട് അള്ളാഹു ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി അവിടെ പറയണമെന്ന് നിങ്ങൾ പഠിപ്പിച്ചു തരണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതുപോലത്തെ അടിമകൾ ഈ നാട്ടിൽ നിലനിൽക്കുന്ന കാലത്ത് ഇവിടെ ജീവിക്കുന്നത് സന്തോഷമാണ്, ഇവിടെ ജീവിക്കുന്നത് വലിയ റാഹത്താണ്. നല്ല ഇഖ്ലാസുള്ള അടിമയാണ്, നല്ല തഖ്വയുള്ള അടിമയാണ്, യജമാനൻ ഏൽപ്പിച്ച സ്വത്തില് പൂർണ്ണ വിശ്വസ്തനാണ്. അതല്ലേ വേണ്ടത്? ഒരു യജമാനന്റെ കീഴിൽ തൊഴിലെടുക്കുമ്പോഴും പറ്റിക്കാൻ പാടില്ല, ചതിക്കാൻ പാടില്ല, അതുപോലെ തന്നെ തിരിമറി നടത്താൻ പാടില്ല. അവന്റെ സമ്പത്ത് മോഹിച്ച് അവന്റെ സമ്പത്ത് നശിപ്പിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ദുട്ടലാക്കുകൾ വരുത്തി വെക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കി എത്രയാണ് പലരുടെയും പെരടിയിലുള്ളത്. ഉസ്താദേ, 10 മുമ്പ് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു 9ാം ക്ലാസ്സിലെത്തുമ്പോ പ്രായപൂർത്തിയായിട്ടുണ്ട്. എന്നിട്ടോ 9 മുതൽ ഡിഗ്രി കഴിഞ്ഞ് അപ്പുറത്ത് വലിയ ഡിഗ്രിയും കഴിഞ്ഞു. 22ാമത്തെ വയസ്സിലാണ് ആ പഠനരംഗം അവസാനിച്ച് ജോലിയിലേക്ക് കയറിയത്. ഇത്രയും കൊല്ലത്തെ അഥവാ 6-7 കൊല്ലത്തെ നിസ്കാരം, ളുഹുറും അസ്റും മഗ്രിബും ഇശാഉം പലപ്പോഴും സുബ്ഹിയും ബാക്കിയുണ്ട് എന്ന് നിർവഹിക്കാനാ, വയസ്സാകാനാണോ കാത്തിരിക്കുന്നത്? വീട്ടിലിങ്ങനെ ആട്ടം മുട്ടിയിരിക്കുമ്പോ നിസ്കരിക്കാനാണോ കാത്തിരിക്കുന്നത്? പെരടിയിലെ നിസ്കാരം പെട്ടെന്ന് നിർവഹിക്കണം. കാരണം അത് കാരണമില്ലാതെ ഖളാ ആക്കിയ നിസ്കാരമാണ്. കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരം എത്രയും പെട്ടെന്ന് നിർവഹിക്കണം. സമയങ്ങളൊക്കെ അതിനു വേണ്ടി ചെലവഴിക്കണം. നീ സംഘടനാ പ്രവർത്തനത്തിന് പോകണ്ട, സുന്നത്തായ ഒരു പ്രവർത്തനത്തിനും പോകണ്ട. ആ സമയം കൂടി എടുത്തിട്ട് ഖളാ വീട്ടണം. നീ ഒരു പൊതുകാര്യത്തിനും പോകണ്ട. അത്യാവശ്യം നിന്റെ കുടുംബം പുലർത്താനുള്ള ജോലിക്ക് നീ പോയിക്കോ. അവര് ജീവിച്ചു പോകണ്ടേ? ആ അത്യാവശ്യ ജോലി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈമില് സ്വറ പറയാനങ്ങാടിയിലേക്ക് വരരുത്, നാട്ടുകൂട്ടങ്ങളോടൊപ്പം കൂടരുത്, വേറെ എങ്ങോട്ടും കറങ്ങിപ്പോകരുത്. ബാക്കിയുള്ള ഒഴിവ് മുഴുവനും നിന്റെ ഉറക്കവും മറ്റു അത്യാവശ്യ കാര്യങ്ങളും മാറ്റിവെച്ച് നിസ്കരിക്കാനുള്ളതാ. കാരണം ഇത്രയും കാലത്തെ നിസ്കാരം നീ നഷ്ടപ്പെടുത്തിയത് കാരണമില്ലാതെ നഷ്ടപ്പെടുത്തിയതാണ്. അതുകൊണ്ട് എളുപ്പം വീട്ടേണ്ടതാണ്, അതിന് താമസമില്ല. അത്രയും പെട്ടെന്നത് വീട്ടേണ്ടതുണ്ട്. നമ്മൾ ആലോചിക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കാർക്കശത്തോടെ പഠിപ്പിച്ച വിഷയമാണ് നിസ്കാരത്തിന്റെ വിഷയം. നിസ്കാരം മനഃപൂർവ്വം ഒഴിവാക്കിയാൽ അള്ളാഹു അവനിൽ നിന്ന് ഒഴിവാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മനഃപൂർവ്വം ഒരാൾ നിസ്കാരം ഒഴിവാക്കി, മൻ തറക സ്വലാത ആമിദൻ, മനഃപൂർവ്വം നിസ്കാരം ഒഴിവാക്കി. നിസ്കരിക്കാൻ കഴിവുണ്ട്, ഉള്ള കഴിവും ആരോഗ്യവും വെച്ച് നിസ്കരിക്കാനുള്ള അറിവും ഉണ്ട്. അറിവും കഴിവും സൗകര്യവും ഉണ്ടായിട്ടും നിസ്കാരം അങ്ങ് ഒഴിവാക്കിയാൽ ബരിഅ മിൻ ദീനിഹി, അള്ളാന്റെ ദീനിൽ നിന്നവൻ ഒഴിവാണ്, ഇസ്ലാം ദീനിൽ നിന്നവൻ പുറത്താണ്. വമല്ല
വമല്ലം യുസല്ലി, തീരെ നിസ്കരിക്കാത്തവനോ ഫഖദ് കഫറ, അവൻ നിഷേധിയായി പോയി. സ്വഹീഹായ ഹദീസിൽ വന്നൊരു ഹദീസാണ് ഞാൻ ഓതിയത്. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, നന്നായി ഗൗനിക്കണം. പരീക്ഷണങ്ങൾ അല്ലാഹു തരും, സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. സാമ്പത്തിക പരീക്ഷണം വരും, മറ്റൊരുപാട് പരീക്ഷണങ്ങൾ വരും. ആളുകൾ ചിന്തിക്കും ഈ അവസ്ഥകളൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല സുഖസമ്പൂർണമായ അവസ്ഥ വരുമ്പോ അപ്പം അങ്ങോട്ട് ചെയ്യാം, അപ്പൊ പിന്നെ വേറെ പരീക്ഷണം വരും. അപ്പൊ ചിന്തിക്കും ഇതുകൂടി മാറിയിട്ട് പിന്നെ അങ്ങോട്ട് ചെയ്യാം. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഉള്ള ടൈമൊക്കെ പോയി, എല്ലാം കഴിഞ്ഞു. ആള് പിന്നെ മരിക്കാനിലേക്കാ പോകുന്നത്, വേറെ സംഗതികൾക്കൊന്നും ആള് ബാക്കിയില്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾ കുടുങ്ങിപ്പോകൂലേ? നമ്മൾ നന്നായി കുടുങ്ങിപ്പോകും. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ പറ്റൂല. മൂന്നാമത് അല്ലാഹു തആല കൊണ്ടുവരുന്നത് സുമ്മ യുദആ ബിൽ അഗ്നിയാ, സമ്പന്നരെ കൊണ്ടുവരുന്നു, പണക്കാരെ കൊണ്ടുവരുന്നു. പണക്കാരോട് ചോദിക്കുന്നു എന്നെ അനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളഞ്ഞ കാര്യം എന്താണ്? ആ സമയത്ത് അവർ പറയുന്നു റബ്ബേ അഅ്തൈതനൽ മാൽ, ഞങ്ങൾക്ക് നീ സമ്പത്ത് തന്നില്ലേ, ആ സമ്പത്ത് വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ ചെലവഴിക്കുന്നു, തിരിക്കുന്നു, വർദ്ധിപ്പിക്കുന്നു, അതുകൊണ്ട് നിന്നെ അനുസരിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ ശ്രദ്ധ മാറിപ്പോയി. അപ്പോഴാണ് അല്ലാഹു തആല വിളിക്കുന്നത് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയുന്നു ഹാദാ അഅ്തൈതുൽ മാല അക്സറ മിമ്മാ അഅ്തൈതുകും, നിങ്ങൾക്ക് തന്നതിനേക്കാൾ ഇഷ്ടം പോലെ സ്വത്ത് ഞാൻ കൊടുത്ത മഹാനാണിത്. പക്ഷേ സ്വത്തിന്റെ പേരിൽ ഒരിക്കൽ പോലും എന്റെ അനുസരണം മാറിയിട്ടില്ല. എപ്പോഴും എന്നെ അനുസരിച്ച് ജീവിച്ച മഹാനാണ്. അനുസരിക്കാത്ത സമ്പന്നർക്ക് പോലും വഴി കാണിച്ചു കൊടുത്ത മഹാനാണ്. ഇത്രയും സമ്പത്ത് കിട്ടിയിട്ടും അള്ളാഹുവിനെ അനുസരിക്കുന്നത് കണ്ടപ്പോഴാണ് രാജ്ഞിയായ ബിൽഖീസ് പോലും പറഞ്ഞു പോയത് വഅസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ. സുലൈമാൻ നബിയോടൊപ്പം ഞാനും അതാ ഇസ്ലാമിലേക്ക് വന്നു. ഇത്രയും അധികാരവും സ്വത്തും കിട്ടിയിട്ടും സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ അനുസരിക്കുന്നത് കണ്ടില്ലേ? വല്ലാത്തൊരു അനുസരണമാണ്, വല്ലാത്തൊരു ഇബാദത്താണ്. അങ്ങനെ അനുസരിക്കാത്ത മൂന്ന് ടീമിനെയും ഫയുമറു ബിഹിം ഇലന്നാർ, നരകത്തിലേക്ക് വലിച്ചെറിയാൻ കൽപ്പിക്കപ്പെടുന്നു. സ്വഹീഹായ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട സംഭവമാണ്. ലോകത്ത് മൂന്ന് തരത്തിലാണ് ആളുകളുള്ളത്. സാമ്പത്തികമായ പുരോഗതി കിട്ടിയിട്ട് അല്ലാഹനെ മറന്നവരുണ്ട്, പരീക്ഷണങ്ങളിൽ അല്ലാഹനെ മറന്നവരുണ്ട്, മറ്റു തൊഴിലുകളിൽ ഏർപ്പെട്ട് അല്ലാഹനെ മറന്നവരുണ്ട്. ഈ മൂന്ന് തരം രൂപത്തിൽ എല്ലാ നാട്ടിലും ആളുകളുണ്ട്. ഞാനൊന്ന് പറയട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് വിധം തൊഴിലുകളിലും കാര്യങ്ങളിലും നമ്മൾ ഏർപ്പെടുത്തിയാലും പടച്ച റബ്ബിനെ മറക്കാതെ സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, നന്മകളെ കൊണ്ട് മുന്നോട്ട് കുതിക്കുന്നവരാകണം. എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും നിസ്കാരാദി കർമ്മങ്ങൾ, നിർബന്ധമായ കർമ്മങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ, നിറവേറ്റുന്നതിൽ ഒരിക്കലും പിറകിലായിക്കൂടാ. ഖുർആനുമായി വലിയ ആത്മബന്ധം സ്ഥാപിക്കണം. ഖുർആൻ നന്നായി ഓതാൻ പഠിക്കണം. ഖുർആൻ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ കണ്ടില്ലേ, പൂർവസൂരികളിൽ ജീവിച്ചുപോയ വലിയ മഹാനുഭാവനാണ് വഹ്ബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ പലപ്പോഴും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പേര് കേൾക്കുന്ന ഒരു മഹാനാണ്. വഹ്ബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനൊരു അടിമയെ വാങ്ങി. ആ അടിമ അറബിയല്ല, അനറബിയായ അടിമയാണ്. പക്ഷേ അടിമ നല്ല അറബി സംസാരിക്കുന്ന അടിമയായി മാറി. ഞങ്ങളെ കൂടെ ജീവിച്ചിട്ട് അറബി നല്ലോണം പഠിച്ചു. ഒരിക്കൽ ആ അടിമ സ്ത്രീ വന്നിട്ട് എന്നോട് പറഞ്ഞു, യജമാനരെ അല്ലിംനി ഫാത്തിഹത്തുൽ കിതാബ്, ഞാൻ നിങ്ങളെ തൊഴിലാളിയായി ഇവിടെ ജീവിക്കുകയാണെങ്കിലും എനിക്ക് ഫാത്തിഹ സൂറത്തൊന്ന് പഠിപ്പിച്ചു തരുമോ? വഹ്ബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ, നീ അനർബിയായ പെണ്ണല്ലേ,
നീ ഇപ്പൊ നന്നായി അറബി പഠിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എന്താണ് നീ ഇങ്ങനെ ഫാത്തിഹ സൂറത്ത് പഠിപ്പിച്ചു തരണമെന്ന് ചോദിക്കാനുള്ള കാരണം? അടിമ സ്ത്രീ പറഞ്ഞു, യജമാനരെ, ഞാൻ ഇന്നലെ രാത്രി നല്ലൊരു സ്വപ്നം ദർശിച്ചു. അതൊരു അത്ഭുതപ്പെടുത്തുന്ന സ്വപ്നമാണ്. എന്താ നീ കണ്ടതൊന്ന് വിവരിക്കുമോ? അടിമ സ്ത്രീ പറഞ്ഞു, ദുനിയാവ് മുഴുവനും തീയായി അല്ലാഹു തആല ഇങ്ങനെ നിറച്ചിട്ടുണ്ട്. അഥവാ ദുനിയാവിന്റെ ലോകം മൊത്തവും നരകമാക്കി അല്ലാഹു മാറ്റിയത് ഞാൻ കണ്ടു. അതിന്റെ ഇടയിലൂടെ സ്വർഗത്തിലേക്കുള്ള നല്ല വഴികൾ ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്. നരകത്തിന്റെ മുകളിലാണല്ലോ സ്വർഗത്തിലേക്കുള്ള വഴിയുള്ളത്. വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. എല്ലാവരും വരേണ്ടത് നരകത്തിന്റെ മേൽഭാഗത്തുകൂടെയാണ്. അള്ളാഹു നിർബന്ധമാക്കിയൊരു സംഗതിയാണത്. സുമ്മനുനജ്ജില്ലദീന തഖൗ, മുത്തഖീങ്ങളെ മാത്രമേ തായോട്ട് വീഴാതെ നമ്മൾ രക്ഷപ്പെടുത്തുകയുള്ളൂ. താഴെ കാണുന്നത് നരകമാണ്. കാലിടറിപ്പോയാൽ കാര്യം പോയി, കൈ തെറ്റിപ്പോയാൽ കാര്യം പോയി. പിടിക്കാനൊരു പിടിവള്ളി ആരാണ്? സ്വർഗത്തിലേക്കുള്ള പാത എനിക്കിങ്ങനെ കാണിക്കപ്പെട്ടു. ഞാനതാ ജനങ്ങളെ കാണുന്നു. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം സ്വർഗത്തിൽ പോകാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം മുന്നോട്ട് വന്നു. സ്വർഗത്തിന്റെ ഉദ്ഘാടനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. പിന്നെ ഓരോ നബിമാരും അവരെ ഉമ്മത്തും ഇങ്ങനെ വരികയാണ്. മൂസാ നബി അലൈഹിസ്സലാം വന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ പിറകിൽ ജൂതന്മാരുണ്ട്, യഹൂദികളുണ്ട്. അവർ പതുക്കെ മൂസാ നബിന്റെ കൂടെ രക്ഷപ്പെടാൻ ഒരുങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, സിറാത്തിന്റെ അടുത്തെത്തിയപ്പോ മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, മാ അമർത്തുക്കും അൻ തതഹവ്വദു, ജൂതന്മാരായി മാറാൻ നിങ്ങളോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലല്ലോ. അത് നിങ്ങളുടെ സ്വന്തം തീരുമാനത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ. യഹൂദികളായിട്ട് നിങ്ങൾ സൃഷ്ടിച്ച മതം അത് ഞാൻ നിങ്ങൾക്ക് കൈമാറിയതല്ലല്ലോ, നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ എന്ന് പറയുമ്പോഴേക്ക് രണ്ട് ഭാഗത്തും പോകുന്ന ആളുകൾ താഴോട്ട് വീണു പോകുന്നു. മൂസാ നബി അലൈഹിസ്സലാം ഒറ്റക്ക് നേരെ മുന്നോട്ട് നടന്നു നീങ്ങുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം വരുന്നു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ക്രിസ്ത്യൻ നസ്വാറയുണ്ട്. ആ നസ്വാറാക്കൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ പിറകിലുണ്ട്. സിറാത്തിന്റെ അടുത്ത് ഈസാ നബി അലൈഹിസ്സലാം നിന്നിട്ട് പറഞ്ഞു, എന്നെ ആരാധിക്കാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. എന്റെ ഉമ്മാനെ ആരാധിക്കാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നോ? നിങ്ങൾ എന്തിനാ പണി ചെയ്തു? ഞാനും നിങ്ങളും തമ്മിൽ കണക്ഷൻ ഇല്ല. ഈസാ നബി അലൈഹിസ്സലാം മുന്നോട്ട് നീങ്ങി. രണ്ട് ഭാഗത്തും വന്ന ആളുകൾ താഴോട്ട് വീണു. പിന്നെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു. വലിയൊരു സമൂഹം തങ്ങളെ പിറകിലുണ്ട്. തങ്ങൾ അവിടെ നിന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നത്, മറ്റു അമ്പിയാക്കൾ പറയും പോലെയല്ല, നമുക്കവിടെയാണ് പ്രതീക്ഷിക്കാൻ വകുപ്പുണ്ടാകേണ്ടത്. അന അമർത്തുക്കും അൻ തുഅ്മിനൂ, വിശ്വസിക്കാൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചല്ലോ. റബ്ബിനെ വിശ്വസിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? ഫആമൻതും, നിങ്ങളത് വിശ്വസിച്ചു. ശരിയായ നിരക്ക് നിങ്ങൾ ആ വിശ്വാസം കൊണ്ട് നടന്നില്ലേ? ഫലാ തഖാഫൂ, ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗം കൊണ്ട് സന്തോഷിക്കൂ മുഅ്മിനീങ്ങളെ. ആ മുത്തുനബി തങ്ങൾ മുന്നിൽ പോകുമ്പോ സമൂഹം പിന്നാലെ നടന്നു പോകുന്നു. അവരതാ സ്വർഗത്തിലെത്തി. ആ അടിമ സ്ത്രീ പറയുകയാണ്, ഞാനും രണ്ട് സഹോദരിമാരും അവിടെ ബാക്കിയായി. രണ്ട് സഹോദരിമാരെന്റെ മുന്നിലുണ്ട്. അവര് സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുകയാണ്. അല്ലാഹു തആല ചോദിക്കുന്നു, ഹൽ ഖറഅതുമുൽ
ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതിയിരുന്നോ? അപ്പൊ സ്വർഗം കാക്കുന്ന മലക്ക് പറയുന്നു, ആ രണ്ട് പെണ്ണുങ്ങളോടും പറയുന്നു, നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ ഓതിയിരുന്നോ? ഓതാൻ നിങ്ങൾക്കറിയുമോ? രണ്ട് സ്ത്രീകളും പറയുന്നു, അതേ. റിളവാൻ അലൈഹിസ്സലാം പറയുന്നു, ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് കടന്നോളൂ. അപ്പൊ അടിമ സ്ത്രീ പറയാണ്, യജമാനരെ, ഞാൻ അവിടെ കാണുന്നത് ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുക, ഞാൻ മാത്രമേ ഉള്ളൂ. എന്നോടെങ്ങാനും സൂറത്തുൽ ഫാത്തിഹ ഓതാ പറഞ്ഞ എനിക്കറിയില്ലല്ലോ, ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചു തരണം. നിങ്ങൾ ചിന്തിക്കൂലേ ഉസ്താദെ, സൂറത്തുൽ ഫാത്തിഹ പോലും പഠിക്കാത്ത ആളുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടോ? ഇഷ്ടം പോലെ, ഇഷ്ടം പോലെയുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന മുസ്ലിങ്ങളായ തൊഴിലാളികളോട് ചോദിച്ചു നോക്ക് നിങ്ങൾ, ഖുർആന് മാലൂം ഹേ കുച്ച് ഭി നഹി, ഒന്നും അറിയില്ല എന്ന് അവര് പറയാം. നമാസ് മാലൂമേ, നിസ്കാരം അറിയോ? എന്ത് നിസ്കാരം? റോസ മാലൂമേ, നോമ്പ് അറിയോ? എന്ത് നോമ്പ്? എന്ത് ഹജ്ജ്? എന്ത് ഖുർആൻ? ഒന്നും അറിയില്ല. പിന്നെ എന്തുണ്ട്? പേരുണ്ട്, മാർക്കം ചെയ്തിട്ടുണ്ട്. അത് രണ്ടോ കാര്യമായിട്ടുള്ളത്. മുസ്ലിമിന്റെ ഒരു പേരുണ്ട്, മാർക്ക കല്യാണം ചേലാകർമ്മം ചെയ്തിട്ടുണ്ട്, അത് നടത്തിയിട്ടുണ്ട്. വേറെ ഒരു അഡ്രസ്സും ഇല്ല. അങ്ങനത്തെ ആളുകൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരിക. കേരളത്തിലൊക്കെ എത്ര ഉണ്ടെന്ന് ആ സഹോദരങ്ങൾ കരുതിയത്? അവർക്കാകെ ഒരു ചിന്തയുള്ളൂ, രാവിലെ ആയിട്ട് ഉച്ചവരെ നല്ലൊരു പണി കിട്ടണം. അത് കുഴൽക്കിണറായാലും കുഴപ്പമില്ല, തേപ്പിന്റെ പണിയാലും കുഴപ്പമില്ല, പടവിന്റെ പണിയാലും, വൈകുന്നേരം ആകുമ്പോഴത്തേന് 700-500 കയ്യിൽ വരണം. അത്ര ആകെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ദുനിയാവിന്റെ ഒരു ജീവിതം മാത്രം ചിന്തിക്കുന്ന തരത്തിൽ എത്ര ആളുകളുണ്ട്. നമ്മുടെ ഇടയിലും അതേ രൂപഭാവങ്ങൾ വരാൻ പോവുകയാണ്. എങ്ങനെയാ പറയുന്നത്? ഭൗതികതയിലേക്ക് മാത്രം കണ്ണു തുറക്കുന്ന ഒരു സമൂഹം വന്നാൽ, മതവിഷയങ്ങൾ പഠിപ്പിക്കപ്പെടാത്ത രൂപത്തിൽ ഭൗതികത മാത്രം വരിയെന്ന് വാദിക്കുന്ന രൂപം വന്നാൽ, മതത്തിന്റെ ചിഹ്നങ്ങളും ഇൽമുകളും മുഴുവനും കൊട്ടിയടക്കപ്പെട്ടു പോകും. പിന്നെ ഖുർആൻ അറിയൂല, പിന്നെ ഹദീസ് അറിയൂല, പിന്നെ നിസ്കാരം അറിയൂല. ജീവിക്കാനുള്ള ജീവിതോപാധികൾ മാത്രം വരും. ബാപ്പയും ഉമ്മയും വെച്ചൊരു പേരും മാത്രമുണ്ടാകും. അത് മാത്രം പോരാ, നന്നായി ഖുർആനോതി പഠിക്കണം, ഖുർആനോത്ത് നന്നായി ശീലിക്കണം. അതേ ഉമ്മമാരെ, ധാരാളം ഖുർആനോതിയിരുന്ന മഹദിയാണ് ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ. ഖുർആൻ ഓതിയെന്ന് മാത്രമല്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഖുർആനിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഇടക്കിടക്ക് വന്നാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിന്റെ സംശയം ചോദിച്ചു തീർക്കും. ഒറ്റ ഹദീസും കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. എല്ലാവരും എണീറ്റ് വരും. നല്ല തണുപ്പുണ്ട്, മേൽക്കൂരല്ലാത്തതുകൊണ്ട് കൂടുതൽ തെറിപ്പിക്കാനും കഴിയില്ല. ഇവിടക്കതാ നല്ല നനവ് വീഴുന്നുണ്ട്. ഈ നല്ല മഞ്ഞ് വീഴ്ചയിലും നിങ്ങളെല്ലാവരും ഇരുന്നല്ലോ. അല്ലാഹു തആല നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ദൂരെ നിൽക്കുന്നവരൊക്കെ അടുത്തേക്ക് വരും. അല്ലാഹു സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. അതെന്തിനാ? ആയിക്കോട്ടെ, എല്ലാവരും വരും, അടുത്തേക്ക് വരും. ഒരൊറ്റ ഹദീസ് പറഞ്ഞു ഇൻഷാ അല്ലാഹ് ദുആർക്ക്. കൂടുതൽ നീട്ടി പറയൂല, ഒറ്റ ഹദീസ് മാത്രം. സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൂറത്തുൽ മുഅ്മിനൂൻ അങ്ങനെ ഓതുമ്പോ, മുഅ്മിനീങ്ങളെ ധാരാളം അടയാളം പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ മുഅ്മിനൂൻ. 1ഉം 2ഉം 10ഉമല്ല, ധാരാളം അടയാളങ്ങൾ ആ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരായത്ത് മഹദിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഖുർആൻ ഓതുന്ന ഉമ്മമാരെ, ഖുർആൻ നന്നായി പഠിക്കണം, അതിന്റെ അർത്ഥതലങ്ങളും പഠിക്കണം. എന്നാൽ ഖുർആൻ ഓതുമ്പോ വലിയ ഭംഗിയാണ്. വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജിലാ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ആയിഷ റളിയല്ലാഹു അൻഹ ചിന്തിക്കുന്നു, എന്താണ് ആയത്തിന്റെ അർത്ഥം, എന്താണ് ആലോചിക്കുന്നത്? അതേ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ മുഴുവനും കൊണ്ടുവന്ന ആളുകൾ വഖുലൂബുഹും വജിലാ, അവരെ മനസ്സ് പേടിച്ച് വിറക്കുകയാണ്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, റബ്ബിലേക്ക് മടങ്ങി പോകാനുള്ളവരാണല്ലോ എന്ന നിലക്കൊരു പേടി അവരെ മനസ്സിൽ വന്നുകൂടുകയാണ്. ഈ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് വീട്ടിലേക്ക് കടന്നു വരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, മുത്തുനബി തങ്ങളെ, ഞാൻ ഈ ആയത്തിനെ പറ്റി ചിന്തിക്കുകയാണ്, ഇതിന്റെ അർത്ഥം എനിക്കങ്ങ് മനസ്സിലാകുന്നില്ല. ആരെ പറ്റിയാണല്ലോ ഈ പറഞ്ഞത്? തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് മനസ്സ് പേടിക്കുന്നവരെ പറ്റിയാണോ? തങ്ങൾ പറഞ്ഞു, അല്ല ആയിഷാ, വല്ലദീന യൂതൂന മാ തൗ ഖുലൂബുഹും വജിലാ. നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ ദീനിനെ ശക്തിപ്പെടുത്താൻ സമ്പത്ത് നൽകി സഹായിച്ചിട്ടുണ്ട്, സ്ഥാപനങ്ങൾ എടുത്തിട്ടുണ്ട്, അതിന് സഹായിച്ചിട്ടുണ്ട്, മുതല്ലിമീങ്ങളെ പഠിപ്പിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്, നല്ല വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ദീനിന് വേണ്ടി എല്ലാ ഹിദ്മകളും നന്മകളും ചെയ്ത് ജീവിച്ച ആളുകൾ, അവരെ മനസ്സ് പേടിയാണ്. ഇതൊക്കെ അല്ലാഹ് സ്വീകരിച്ചില്ലെങ്കിലോ, അല്ലാഹ് തള്ളിക്കളഞ്ഞാലോ സ്വീകരിക്കുമെന്ന് എനിക്ക് എന്ത് ഉറപ്പാണ്? അല്ലാഹ് അമലുകളൊക്കെ കബൂലാക്കി തരട്ടെ. നല്ല ഇഖ്ലാസുള്ള നബിയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും കഅബ സാഹസികമായി നിർമ്മിക്കുമ്പോ ഒരു ദിർഹമും ദീനാറും കൂലിയില്ലാതെ അള്ളാന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് മിനയുടെ താഴ്വരയിൽ നിന്ന് തോളിൽ കല്ലേറ്റി വന്നിട്ട് കഅബ പടുത്തുയർത്തുമ്പോ ഓരോ വരി പടവും ഇങ്ങനെ പൂർത്തിയാകുന്ന സമയത്ത് അള്ളാഹിനോട് പറയുന്ന ഭാഷ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബിയായ ഞാൻ ചെയ്തു എന്നതുകൊണ്ട് നീ സ്വീകരിച്ചോളമില്ലല്ലോ അല്ലാ. വെയിൽ കൊണ്ടിട്ടാണ് പാറക്കല്ല് ഏറ്റിക്കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് നീ കബൂലാക്കണമെന്നില്ല. മിനയിൽ നിന്ന് ഒരുപാട് ദൂരം താണ്ടി വന്നു എന്നുള്ളത് കൊണ്ട് സ്വീകരിച്ചോളണമെന്നില്ല. ഒരു ദിർഹമും ദീനാറും വാങ്ങാത്തത് കൊണ്ട് നീ കബൂലാക്കണമെന്നില്ല. നിന്റെ ഔദാര്യം കൊണ്ട് ഒന്ന് സ്വീകരിക്കണേ അല്ലാ. ഓരോ വരി കല്ലും പൂർത്തിയാകുന്ന സമയത്ത് ആവർത്തിച്ച് ദുആ ചെയ്യുന്നു. അങ്ങനെ മനസ്സ് പേടിച്ച് ജീവിക്കുന്ന ആളുകളാണ് ആയിഷ. നന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹ് ഇത് തള്ളിയാലോ, അല്ലാഹ് സ്വീകരിച്ചില്ലെങ്കിലോ എന്നൊരു പേടി, അത് വിശ്വാസികളുടെ വിജയത്തിന്റെ അടയാളമാണ്. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. ഇങ്ങനെ ചിന്തയുള്ളവര് ഒരു അമല് കൊണ്ട് നിർത്തൂല. കഴിയുന്ന സുന്നത്തുകളൊക്കെ അവരിൽ കാണാം, എല്ലാ നന്മകളിലും സജീവത കാണാം. അവര് മുഖം തിരിച്ചു നിൽക്കൂല. നാട്ടിലൊരു ഖൈറായ അമല് നടക്കുമ്പോ വീട്ടിൽ പുതച്ചുറങ്ങൂല. നാട്ടിലൊരു വാളിന്റെ മജ്‌ലിസ് നടക്കുമ്പോ ഒരു തങ്ങൾ പാപ്പ വന്നിട്ട് ദുആ ചെയ്യുമ്പോ, സ്ഥാപനത്തിന്റെ ആളുകൾക്ക് കുട്ടികൾക്ക് സനത് കൊടുക്കുമ്പോ അവരതിന് സജീവമാണ്. എന്ത് ഖൈറുകളുണ്ടോ, യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. അതിനവര് മുന്നോട്ട് 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 കുതിക്കുകയാണ്, ഒരിഞ്ച് പിറകോട്ടില്ല. നന്മകളിൽ മുന്നോട്ട് കുതിക്കുന്നവരെ, അതിൽ മാത്സര്യ ബുദ്ധിയോടെ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മുൻകടക്കുന്നവരില് അള്ളാഹു നമുക്ക് ഇടം നൽകുമാറാകട്ടെ. നമ്മുടെ സദസ് അള്ളാഹു കബൂലാക്കി തരട്ടെ. പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന നല്ല അടിമകളിൽ അള്ളാഹു നമുക്ക് ഇടം നൽകട്ടെ. ആഖിറത്തിൽ വെച്ച് ഹിസാബ് ചെയ്യുമ്പോ 3 തരം ആളുകളും നാട്ടിൽ ചിന്തിച്ചു നോക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ പെട്ടവരാണല്ലോ. ഏത് കൂട്ടത്തിലാണെങ്കിലും അള്ളാഹുവിനെ മറക്കാതെ ജീവിച്ച ആളുകളിൽ അള്ളാഹു നമുക്ക് ഇടം തരട്ടെ. ആഖിറത്തിൽ വിജയിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ.